Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Kabi. Hi, hello guys. എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താ? Happy birthday to you. Happy birthday to me. Me. ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ മോസ്റ്റ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആണ്. അപ്പം നമ്മുടെ ജൂൺ 18-ാം തീയതിയാണ് ഗൈസേ. അപ്പം ഞാൻ എന്താ പറയണമെന്ന് അറിയത്തില്ല. നമ്മുടെ എന്താ പറയുക, മോസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ ഒരു ദിവസം കൂടി ഇതേ വന്നിരിക്കുകയാണ് കേട്ടോ. വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കമന്റ് മൈ എന്ത് ഓൾഡ് ഗൈസ്, ഓൾഡല്ല ഓൾഡ്. അപ്പൊ എനിക്ക് എന്റെ എത്രാമത്തെ പിറന്നാളാണെന്ന് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തിനാ അങ്ങനെ മൂടി പിടിച്ചോ? എന്റെ ഒരു ഗിഫ്റ്റ് അല്ലേ മുത്തേ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല. ഗിഫ്റ്റ് തരാം ഗൈസ്. അപ്പം കുഞ്ഞാച്ചിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ്. മോസ്റ്റ് ആയിട്ട് പങ്കെടുത്ത് എനിക്ക് ഗിഫ്റ്റ് തരാൻ പോണ്. ഗിഫ്റ്റ് തരട്ടെ? തരൂ. ഓ പൈസ എടുത്തില്ല. വെറുതെ ഒന്ന് വിടടാ. ബർത്ത്ഡേക്കാണ് എന്നെ മൂക്കി പിടിക്കും എപ്പോഴും. എന്റെ മൂക്ക് എന്റെ കുഞ്ഞ പാൽവണ്ടിയാണോ കേട്ടോ? മോസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. അപ്പൊ നമ്മൾ ഇന്ന് മോസ്റ്റ് ആയിട്ട് എന്താണ് കേക്കൊക്കെ വാങ്ങി അടിപൊളിയാക്കാൻ വേണ്ടി പോണ്. ഞാൻ എല്ലാം ബർത്ത്ഡേക്ക് ഓർക്കും പുറത്ത് പോവണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷെ ഒരിക്കലും നടക്കില്ല. കാരണം മെയിൻ ഇത് കേക്ക് അല്ലെ, നമ്മള് മണ്ണപ്പം കേക്ക് വരൂലേ. അതെ, കേക്ക് ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ പുലർച്ചെ 12 മണിക്ക് കട്ട് ചെയ്യാൻ ഓർത്തു. പക്ഷെ നമ്മൾ തലേദിവസം വാങ്ങണമായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പൊ ഗായ്സ്, എന്റെ ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഗായ്സ് നിങ്ങൾ പറയാൻ. വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ്, നല്ല കലംകാരിയാണ്. എങ്ങനെയാണെന്ന് പറയാൻ മറക്കില്ലേ. എന്റെ ബർത്ത്ഡേയുടെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് കൊറിയർ വഴി വന്നൊരു ഡ്രസ്സാണ്. ആരാഴ്ചയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ബർത്ത്ഡേക്ക് വേണ്ടി അയച്ചതാണോ എന്തോ അറിയത്തില്ല. എന്തായാലും ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പുത്തൻ ഡ്രസ്സ് കിട്ടി. അപ്പൊ പുത്തൻ ഡ്രസ്സ് ബർത്ത്ഡേക്ക് മുമ്പ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാനോർത്ത് ഇനി ബർത്ത്ഡേക്ക് എന്തായാലും ഇനിയിപ്പോ ഈ ഡ്രസ്സ് തന്നെ ഇട്ടേക്കാന്ന് ഓർത്തു. അങ്ങനെ മോസ്റ്റ് ആയിട്ട് ഇതേ അടിപൊളി ഒരു അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് കാണാന്. പിന്നെ ഇതൊരു 3XL സൈസ് സൈസ് എക്സൽ ആണ്. എനിക്ക് കുഞ്ഞാച്ചിക്ക് ഒപ്പം പാന്റ് സൈസ് എക്സൽ ആയിരുന്നു. ബട്ട് ഗായ്സ് എനിക്ക് ഇത് ഇട്ടപ്പോ സത്യം പറഞ്ഞാൽ 3XL ആയിരുന്നു കേട്ടോ. എന്നിട്ടും ഗായ്സ് നോക്കി ഇനി കൊറേ സൈഡ് പിടിക്കണ്ട. അപ്പൊ എനിക്ക് കൊണ്ടിട്ടോ സൈഡ് പിടിക്കാൻ. വേണ്ട, ഇത്രയും ഇതാക്കിയ മതി തന്നെ. അമ്മയാണ് എനിക്ക് ആൾട്ടർ ചെയ്ത് തന്നത്. തയ്ക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു, നമ്മൾ കടയിൽ കൊടുക്കേണ്ട വന്നതിന് കേട്ടോ. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഔട്ട്ഫിറ്റ് ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ചെറുതായിട്ടൊരു ട്രഡീഷണൽ ലുക്കിൽ ഞാൻ സാരി ചെയ്യാമെന്ന് ഓർത്തതാണ്. അപ്പോഴാണ് ഈ ഡ്രസ്സ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മോസ്റ്റ് ആയിട്ട് ഈ ഡ്രസ്സിൽ തന്നെ ഞാൻ ഇറങ്ങാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വിളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി മോസ്റ്റ് ആയിട്ട് നമ്മളിനി നമ്മുടെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോവാണ്. ചെറിയൊരു പർച്ചേസിങ് ഒക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെനിക്ക് മോസ്റ്റ് ആയിട്ട് ഡ്രസ്സ് എടുത്തു തരാൻ പോവാണ്. അതുപോലെ തന്നെ കേക്ക് വാങ്ങണം. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ല. നമ്മൾ നമ്മുടെ മോസ്റ്റ് ശിവന്റെ അടുത്ത് രാവിലെ ഞാൻ ശിവന് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ നമുക്ക് എന്തായാലും നമ്മുടെ ശിവന് വേണ്ടിയിട്ട് ഒരു പൂജ എന്തായാലും ഉണ്ടാവും ഗായ്സേ. അതെ, അപ്പം മോസ്റ്റ് ആയിട്ട് എൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ ലുക്കൊക്കെ ഗായ്സ് നിങ്ങൾക്ക് മോസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഈവനിങ് എന്തായാലും മോസ്റ്റ് നമ്മുടെ സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പം നമുക്കിതൊരു 2 വ്ളോഗായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. നമുക്ക് പാർട്ട് 1 നമുക്ക് ടൗണിലൊക്കെ പോയി പർച്ചേസ് ചെയ്ത് വരുന്ന ഒരു വ്ളോഗ് ആക്കാം. പിന്നെ സെലിബ്രേഷൻ നമുക്ക് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ
ദൈവം സഹായിച്ച് നടക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവരോടും മോസ്റ്റായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ ജന്മദിനത്തിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും ഒക്കെയാണ് എനിക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും കെയറും എല്ലാം ഈ കുഞ്ഞാറ്റയ്ക്ക് നിങ്ങളെല്ലാവരും തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എൻ്റെ കൂടെ വേണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു എന്താ പറയാ പോസിറ്റീവ് എനർജിയിൽ നമ്മളിങ്ങനെ മുമ്പിലേക്ക് പോകുന്നത് അല്ലേ ഭയങ്കര. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് കാരണം മാത്രമാണ്. കാരണം ഓരോരുത്തർ എന്നിട്ട് എന്നോട് പറയുന്നു എന്റെ വീഡിയോസ് കാണുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്, സമാധാനം വരുന്നുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ വിഷമത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ ലൈഫിൽ ഒരു പാർട്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് സത്യമായിട്ടും. എന്താ പറയണത് എനിക്കല്ല, അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് ഗായ്സേ. പറക്കും തോന്നുന്നു. അപ്പം എനിക്കറിയത്തില്ല എന്താ പറയണ്ടെന്ന്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതിൽ. അപ്പം ഇനി ഈ സ്നേഹം എനിക്ക് വേണം, ഇനി ഈ സപ്പോർട്ട് വേണം, ഇനി ഈ അനുഗ്രഹം എനിക്ക് വേണം. അപ്പം മോസ്റ്റായിട്ട് എല്ലാവരോടും എനിക്ക് ഒരുപാട് പേര് എനിക്ക് വിശ്വസ് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് so much. I love you lot guys. ചക്കിര. അപ്പം നമ്മളിനി നേരെ ടൗണിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം ഇനി കുറച്ച് പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ബാഗ് എടുക്കാനുണ്ട്, കുട എടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് സൂത്രങ്ങൾ എടുക്കാനുണ്ട്. ഇപ്പം ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ പറയണ്ട, എൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ മഴ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കും. ഞാനല്ലേ മഴ പെയ്ത് ഫുൾ നമ്മൾ തിലസിച്ചിട്ടുണ്ടായിരുന്നു. നോ ഗൈസ് മൈ ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ. എന്നോട് പറഞ്ഞിട്ട് പിടിക്കലെന്ന്. അയ്യോ ഇങ്ങോട്ട് വന്നി ഈ ഈ കുഞ്ഞിക്ക് എന്നെ ഒങ്ങുവാന്നു കേട്ടോ. ഈ കുഞ്ഞിക്ക് എന്നെ ഒങ്ങുവാനേ. എൻ്റെ ബർത്ത്ഡേക്ക് മോസ്റ്റ് ആയിട്ട് എൻ്റെ ആന്ധ്രയമ്മയും കുഞ്ഞുണ്ണിയും കൂടി അവർ ഇന്നലെ വന്നപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നെയാണ് ഗായ്സേ. നോക്കി ഈ മോസ്റ്റ് പപ്പിക്കുട്ടീനെ. അയ്യോ എനിക്കറിയില്ല എന്താ പറയുക. എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഏറ്റവും മോസ്റ്റ് എൻ്റെ സമ്മാനമാണ് എൻ്റെ ചക്കര മണി എന്ന് പറയുന്നത്. അവനാണെല്ലാം പുറത്തിറങ്ങി നടക്കാൻ ഈ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ടൈനിന്ന് വിളിക്കും, പിന്നെ ഞാൻ കൊക്കൂന്ന് വിളിക്കും, പിന്നെ ലാർവാന്ന് വിളിക്കും. കാരണം ശരിക്കും കുഞ്ഞിപ്പോയോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പോയോ അന്നു മോനെ പോലെയാണ് ടോന്ന്. നോക്കിച്ചേ ഇതാണിത്. ഈ കുഞ്ഞിന്നലെ ഉണ്ടല്ലോ എൻ്റെ ഗായ്സേ, രാത്രിക്ക് കൂട്ടിലിട്ടിട്ട് ഇവൻ ആകെ കരച്ചിൽ ഉറക്കിയിട്ടില്ല. മമ്മ എടുത്തോണ്ട് വന്ന് എൻ്റെ കൂടെ ഈ കുഞ്ഞാവെ കിടന്നുറങ്ങുമായിരുന്നു. സത്യം പറയട്ടെ, ഇവൻ എൻ്റെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ഞാനൊരു അമ്മയായ ഫീല് വന്നു. കാര്യം ഞാൻ അമ്മയൊന്നും ആയിട്ടില്ല, പക്ഷെ എങ്കിലും എനിക്കറിയില്ല, ഞാനൊരു അമ്മയായ ഫീൽ എനിക്ക് വന്നു എൻ്റെ ഗായ്സ്. അപ്പം ഞാൻ അമ്മമാരായ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. കാരണം എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞാവ. പണ്ട് കുറെ പേരുടെ അമ്മയൊക്കെ ഞാൻ ആയിട്ടുണ്ട്, കുറെ കോരി എറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ചിലതൊക്കെ എന്നെ ഒഴുകി കിട്ടിയതല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല. പിന്നെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ നോക്ക്, അപ്പൊ നമ്മുടെ മോസ്റ്റ് ഈ കുഞ്ഞില്ലേ ഗായ്സേ, ഇവിടെ ഷാലിടാൻ ഇഷ്ടമുള്ള ചിലരൊക്കെ ഉണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ മോസ്റ്റ് ഈ കുഞ്ഞാച്ചി 3 പ്രാവശ്യം ഷാൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഷാൾ എടുക്കാൻ മറക്കും ഗായ്സ്, ഷാളുള്ള ഡ്രസ്സിന്റെ. അതുകൊണ്ട് ആദ്യമേ മേത്ത് ഇങ്ങനെ ചുറ്റി കെട്ടി അപ്പൊ നമ്മുടെ ഈ മോസ്റ്റ് കുഞ്ഞാവേനെ രാവിലെ ഞാൻ നോക്കുമ്പോണ്ട് കുഞ്ഞാവയുണ്ട്, കാണുന്നില്ല. ഞാൻ മമ്മ എത്തോണ്ട് പോയിന് ബച്ചേ മമ്മ മോസ്റ്റായിട്ട് ഞാൻ തിന്നു. പിന്നെ ഇല്ല, എനിക്ക് ഈ കുഞ്ഞിനെ എന്റെ കൂടെ അറ്റണം, എന്റെ കുഞ്ഞത്. അപ്പോഴേക്കുണ്ട് ഞാൻ കുഞ്ഞേന്ന് വിളിച്ചപ്പോഴേക്കും അത് ഓടുന്നു ഗായ്സേ. എനിക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ, എനിക്കൊരു കുഞ്ഞുണ്ടേ. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് 3 or 2 വയസ്സ് മുതൽ എനിക്ക് കിട്ടിയ എന്റെ കുഞ്ഞാട്ടോ. ആ കുഞ്ഞിത്രേ ഉള്ളൂ. അതന്നെ, എനിക്ക് ആ കുഞ്ഞിറ്റെടീനെ പോലെ, ടെടിയല്ല അതൊരു കാറ്റാണ്, പക്ഷെ നോക്കെന്റെ ഗായ്ഷി, നോക്ക് പങ്ക എന്റെ കുഞ്ഞിനെ കണ്ട. കുഞ്ഞിനെ ഇങ്ങനെ എത്തു വെക്കുമ്പോ കുഞ്ഞിന് ഒരു കരച്ചിലും ഇല്ല, ഒരു വിഷമവും ഇല്ല. പക്ഷെ കുഞ്ഞ് അയ്യോ കുഞ്ഞെന്ന് പറയുമ്പോ കുഞ്ഞിന് എന്റെ ജയമേ കാപ്പിപ്പൊടീനെ മണം. അയ്യോ കാപ്പിപ്പൊടീനെ മനാനാണ്, കാപ്പിപ്പൊടീനെ മനാനാണ്, കാപ്പിപ്പൊടീനെ മനാനാണ്. അമ്മ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. ഉറങ്ങിക്കോട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യട്ടെ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹലോ പ്ലീസ് എന്താ പ്രശ്നം കേട്ടോ. അയ്യോ ഇതന്നെ ആനയോ, വെൽക്കം ഹോമാ. ഒന്ന് പോടോ.
ഗായ്സ് നോക്കൂ ഗായ്സ്, എനിക്ക് മോസ്റ്റ് ആയിട്ട് മമ്മ വലിയ ചന്ദനക്കുരു തൊറ്റാഞ്ഞിട്ടുണ്ട്. താങ്ക് സോ മച്ച് അമ്മ. എവിടെ പോയി? ഓട്ടോ വരുന്നുണ്ട് ഇവിടെ. ഓട്ടോ ഇപ്പൊ വരൂടാ. തൊടുന്നില്ല ഭസ്മം ഗായ്സ്. അപ്പൊ എനിക്ക് മോസ്റ്റ് ആയിട്ട് നോക്ക്, എനിക്ക് ഇഷ്ടമാണ് ഭസ്മം മോസ്റ്റ് ആയിട്ട് തൊട്ടിട്ടുണ്ട് കേട്ടോ. ഓ ഒന്ന് ചാടുന്നു. അയ്യോ ഇതേ മേത്തൊക്കെ ചാടി. എന്താണോ ഉണ്ടോ കൊച്ചിനെ ഷാളിട്ട് കിടക്കുന്ന വലിയ കേമാന്ന് ചേരം. ഭയങ്കര ചന്ദനം തൊടാൻ കഴിയില്ല. എന്റെ ടീമേ ഇത് കേറി നിന്ന് ഇത് കടിച്ചന കുഞ്ഞാരാ, ഇത് കളിച്ചന കുഞ്ഞാരാ, കച്ചന കുഞ്ഞാരാ, കുഞ്ഞാരാ. അയ്യോ കുഞ്ഞേ. എന്നാ വാ ഗായ്സ്. അപ്പൊ നമ്മുടെ വണ്ടി മോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് പോവാണ്. അമ്മച്ചി പോട്ടിട്ടോ അമ്മച്ചി. ഈ കുഞ്ഞ് പുറകെ വരുമോന്ന് അറിയില്ല. അത് നോക്ക് നോക്ക് നോക്ക്, എന്റെ കാലിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടോ ഗായ്സ്. നമ്മുടെ ഷൂവിലൊക്കെ വന്നിട്ട് കിടക്കലാണ് കേട്ടോ ഈ ആശാന്റെ പരിപാടി. ഇത് കടിക്കുന്നുണ്ട്. ആ ഫോൺ എടുത്തേ, ഫോൺ എടുത്തില്ലേ? അപ്പൊ നമ്മള് പോവാണ് ഗായ്സ്. എടാ 2 കൂടെ എടുത്തില്ലേ? എന്നാ വാ പോവാ ഗായ്സ്. അപ്പം നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓൺ ദ വേ പോവാം. അയ്യോ ഈ ആമ്പൽ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇത്ര നാളായിട്ട് ഇത് വിരിഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ബർത്ത്ഡേക്ക് ഇത് വിരിഞ്ഞത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വാ ഇതുണ്ടോ എൻ്റെ കിഴങ്ങാണ് ഈ കാണുന്നത്. നടാതെ തന്നെ കണ്ടോ ആമ്പൽ. ഇതേ ഗായ്സ് നമ്മുടെ കുളത്തിൽ മോസ്റ്റ് ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗായ്സ്. ആമ്പലൊക്കെ വിരിയെന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം വേറെ ഒന്നുമില്ല. അയ്യോ ഓട്ടോ വന്നാലുള്ള ഭ്രാന്താണത്. അതന്നെ എന്താ പറയുന്നത്? എന്തൊക്കെയാ ഈ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ഇല്ല അല്ലേ? ഇതാ ഓ അതിനെന്താ തീർച്ചയായിട്ടും. അതെ അതെ. അയ്യോ അത് ഞാൻ മടിയിലിരിക്കട്ടെ ആരെങ്കിലും. അപ്പൊ നമ്മള് ബെസ്റ്റ്. ഓ വാവ് നമ്മുടെ ബെസ്റ്റ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ വന്ന പാടെ നമ്മൾ ഓൺ ദ വേ പോവാണല്ലേ മമ്മ. എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ആരും വിഷുവന്നില്ല, എനിക്ക് ഉമ്മ തന്നില്ല, അനുഗ്രഹം തന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ഉമ്മ തരുന്നത്? ഇതിന്റെ മമ്മയാണോ മറ്റേ? ആ മമ്മേടെ സാരി എല്ലാം പഴിക്കും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ ഈ ബസ് സ്റ്റോപ്പില്, ഈ ബർത്ത്ഡേക്ക് നമ്മൾ ഈ ബസ് സ്റ്റോപ്പില്. മമ്മക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അത് എന്താ പറയാ, ആരോഗ്യ സൗഖ്യം എന്റെ കുഞ്ഞിന് നേരുന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ എന്ത് പറയാനാ? എന്റെ ദൈവം മമ്മയാ. മമ്മ പറയുന്ന പോലെ അല്ല. അതെ അതെ അനുകരിച്ചിരിക്കുന്നു. എവിടെ അനുകരിച്ചിരിക്കുന്നു എന്റെ കുടുംബയാണോ? ഇനി എന്റെ ചക്കര വാവാറ്റയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഈ കൊട വെച്ച് 2 തന്നാലും കുഞ്ഞാറ്റേനോട് ഒന്നുമില്ല പറയാം. കാരണം എന്റെ ചേച്ചിയാണ് guys. ഞാനല്ല ചേച്ചി. ഡാൻസ് ടീച്ചർ ഇത് ആദ്യത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ചിലപ്പോ ആദ്യത്തത്, ഇത് രണ്ടാമത്തത്. എപ്പോഴും ഞാൻ മൂന്നാമത്തെയാണ്. ഒന്നാമത്തെ ആവും. അത് ചില സിറ്റുവേഷനിലാണ്. ഇന്ന് രാവിലെ കാറിൽ നിന്ന് കേട്ടായിരുന്നു. അമ്മ പറഞ്ഞില്ലേ അത് മമ്മയില്ലാത്ത സിറ്റുവേഷനിലാണ്. ഞങ്ങളുണ്ടോ ക്യാമറ ഇല്ലാലോ? ഇത് പറയട്ടെ എന്തോ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ ലുക്ക് ഇന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു ഡാൻസ് ടീച്ചർ ആയിട്ടാണ് കുഞ്ഞാറ്റി തോന്നില്ലേ? അത് നിലത്താവുന്നു ഷാള്. അങ്ങനെ ഇട്ടോ അങ്ങനെ വിളിക്കല്ലേ? നമുക്ക് ബത്തേരിക്ക് പോവാ. അപ്പൊ മോസ്റ്റ് ആയിട്ട് അവന്റെ മോസ്റ്റ് കുഞ്ഞാറ്റിന്റെ ബർത്ത്ഡേ മോസ്റ്റ് ആവട്ടെ കേട്ടോ. എനിക്കും വേണം എന്റെ വാറ്റിലായിരിക്കും. എന്റെ അനുഗ്രഹം വേണം എന്റെ വാവാറ്റിക്ക്. ആ വാറ്റി എന്റെ അമ്മയാ, എന്റെ ചേച്ചിയാ, എന്റെ ദൈവമാണ്. അയ്യോ എന്താ ഗൈസ്, എന്താ അറിയാ ഗൈസ്, ചേച്ചി എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഞാനാണ് വാവാറ്റിക്ക് വാവാറ്റ എന്നുള്ള പേരിട്ടല്ലേ? അല്ലെ എന്നെ വല്ല ചേച്ചി അതന്നെ. അത് വിളിക്കുന്നത് വാവാറ്റെന്നല്ല, മറ്റേ 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 ഡ്രസ്സൊക്കെ വലിച്ചു കുറച്ച് അയ്യോ ആരുടെ പിറന്നാള്? ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡ്രസ്സ് ഇല്ലട്ടോ. എടുത്ത് കൊടുക്കാൻ പറ്റില്ല എനിക്ക്.
എന്റെ കുടുംബം കുഞ്ഞാഴ്ചയാണ് എന്റെ എനിക്ക് അമ്മയത്ത് കാണിക്കണം തല കളഞ്ഞു വീട് ഞാൻ എടുക്കാം എന്താണ് കിട്ടി വിളിക്കാൻ ഞാൻ ഞാൻ കുഞ്ഞാഴ്ച അനുഗ്രഹം വാങ്ങും അമ്മ. അല്ല നമ്മള് അനുഗ്രഹമാണ് വാങ്ങണ്ടേ. ഇപ്പൊ അനുഗ്രഹം വാങ്ങണ്ട, നീ വാ, നിനക്ക് സമയമുള്ളപ്പോ എന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടോ. പക്ഷെ പറയുന്നത് സമയത്ത് അനുസരിച്ചില്ലേല് അതാണ്. അതിപ്പോ അങ്ങനെ ശരിക്കും അനുഭവം ഉണ്ട് വയസ്സേ. ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ കണ്ടു പറയും വേണ്ടേ ഞാൻ പറഞ്ഞ പോലെ നടന്നു കഴിയുമ്പോ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ കൊച്ചിന് താഴേക്കാണ് പൂച്ചട്ടിയല്ലായിരുന്നോ പെട്ടെന്ന് എടുത്തോണ്ട് ആദ്യം പോയിരിക്കേ ഞങ്ങള് വന്നോളാം. അമ്മ ഒരു കുട്ടിന്റെ പകുതിയാ ഞാനും അമ്മ തൊട്ട് അങ്ങനൊരു പൊട്ടുണ്ടോ ആശുപത്രി കടയിൽ വഴിയില്ല കാഴ്ച. അത് ചാമ്പുവാന്റെ കാലത്തായിട്ട് പറയണ്ടേ, പറയുന്ന കാരണം കിട്ടിയില്ല. അതല്ലേ അതാ നടക്കുള്ളൂ. അത് നമ്മൾ അണ്ണാക്കൽ തൊപ്പിൽ ഇവിടെ എടുക്കാം. ബസ്സിൽ ചവിട്ടാൻ പറ്റുമോ? അല്ല ഗായ്സ് നമ്മൾ സെൽഫി എടുത്തോ? ബത്തേരിന്ന് എടുത്താ പറ്റുന്നത്. അപ്പൊ നമ്മുടെ സുൽത്താൻ ബാറ്ററിയിലേക്ക് നമ്മൾ അങ്ങനെ നടന്നു പോവുകയാണ് ഗായ്സ്. അങ്ങനെ എവരി വൺ ഗെറ്റ് റെഡി ഫോർ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. അപ്പം നമുക്ക് മോസ്റ്റ് ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഫോട്ടോ എടുക്കാറ്. ബസ്സിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അമ്മ ഫോട്ടോ എടുക്കാൻ ഞാൻ കയറി പോവും. പൈസ നിങ്ങൾ കൊടുക്കണം. അല്ല അല്ല വണ്ടി തിരിച്ചവിടെ കൊണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലെ എന്നെ കൊണ്ട് 10 രൂപ പോകേണ്ടി ഇവിടെ KSRTC ബസ് ആണ്. പിന്നെ ഭയങ്കര ഇപ്പൊ KSRTC ബസ് അല്ലല്ലോ. ബസ് തന്നെ ഇങ്ങോട്ട് വരാതെയാണോ പറന്നാണോ പോകുന്നത്? ചേച്ചി ഇവിടെ കാലേക്ക് ബസ് എടുത്ത് പോകുന്നത് അത് പറയാൻ പറ്റും. പങ്ക കഴിഞ്ഞ നിന്റെ ബർത്ത്ഡേ ജൂൺ കഴിഞ്ഞ കുഞ്ഞാഴ്ച ബർത്ത്ഡേ പങ്കയുടെ ജൂൺ 18-ാം തീയതി. അങ്ങനെ സ്കൂള് സ്കൂളിൽ പോയിട്ട് 1 വർഷമായിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒരു 2-3 മാസം ലീവ് എടുത്തോണം. കറ ലീവ് എടുക്കൽ ഞങ്ങൾ മാവേലികൾ. അതെ, ഏത് സ്കൂളിൽ പോയാലും ഞാനായിരിക്കും അടുത്ത മാവേലി. പോടാ. പക്ഷെ എനിക്ക് ആ റെക്കോർഡ് തകർക്കാൻ പറ്റില്ല. എന്നെക്കാളോ അതിന് വലിയ മാവേലിയായ ടീംസ് എന്റെ കൂടെ ഉണ്ടായിരുന്നു 2-3 പേര്. പോയില്ലോ. അല്ല ഈ ഉന്തുന്ന അത് ശരിയല്ലാത്ത കാര്യമാണ്. കയ്യാങ്കളി വേണ്ടാത്ത കാര്യമാണ്. അല്ലേ പുക വലിക്കരുത്. അതിനാണ് പുക വലിച്ചത് ഞാൻ. മങ്ക ഈ ഉപദ്രവം എനിക്ക് ഇഷ്ടമുള്ള കാര്യം. മിഠായി വാങ്ങി തരുന്നു. ഇല്ല, നിനക്ക് മിഠായി ഇല്ല, നിനക്ക് കേക്ക് വാങ്ങി തരാം. എനിക്ക് മിഠായി വേണം. എനിക്ക് കുഞ്ഞാച്ചി എന്ന് പറയുന്ന മിഠായി വേണം. അത് ഞാനില്ലേ പിന്നെ മിഠായി. എടാ എന്റെ കയ്യിന്ന് വിടറോ? ഇല്ലടാ. 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 നിന്നെ ഇപ്പൊ വെടിപ്പിക്കാം. മമ്മ നമുക്ക് ബസ് കയറാൻ പോലെ ഒന്ന് ബസ് ഡ്രസ് ഡോണ്ട് ടച്ച് മൈ ഡ്രസ്. ഓക്കെ, മൈ ന്യൂ ഡ്രസ്. ഓ, എന്താണ് എന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഡേർട്ടി ആക്കുന്നത്? ഈ കുട്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. മൈ ഷീസ് ലൈക്ക് ദിസ്. ഓക്കെ, എന്റെ അടുത്തേക്ക് ഒന്ന് വരല്ലേ? യുനോ വന്നോ എന്ത് വേണം? ഇല്ല ഇപ്പൊ നോക്കണ്ട. കുഞ്ഞാച്ചിന്റെ എല്ലാ എന്താ പറയാ കുർത്തിക്കെണ്ണ ഞാൻ കൂട്ടും. പക്ഷെ കുഞ്ഞാച്ചി എന്നെ ഒരു കൂട്ടും. എടാ അപകടം ഉണ്ട്, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. വെറുതെ പറയാം. എത്ര പ്രാവശ്യം കുഴിച്ചടിച്ചു? കുഴിച്ചടിച്ചല്ലേ? തന്നെ പിന്നെ കുഴിച്ചടിച്ചൊക്കെ ഇല്ലാത്ത കാര്യം പറഞ്ഞ എന്റെ മക ഒരുമിച്ച് കുഴിച്ചാടിയില്ലെന്ന് താഴെ വന്നപ്പം. ഓ അത് വേറെ വല്ലത് പറഞ്ഞല്ലോ. 5 മണി തന്നെ എടുക്കും. എടാ പേരൊക്കെ ഇല്ലാത്ത പേരയിൽ കയറിയിട്ട് നിറച്ച് പിഞ്ചു പേരൊക്കെ വെച്ചേ. കിട്ടിയോ? എല്ലാം വെച്ച നിറച്ച് പഴുത്തിയാണല്ലോ. ഇത് വായിക്കൊക്കെ ഇനി ഒരു ടൈപ്പ് ചൊവയാവും. അത് എനിക്ക് വേണ്ട. ആ വീട് അത് പിടിച്ചേ. ഈ ഷാൾ ഇപ്പൊ എന്നതാ ചെയ്യാ? അതെ 1 2 3 ഗോ. എന്റെ ഡ്രസ് അങ്ങനെ കയറിയ കൊച്ച നീ വാങ്ങ. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ.
അപ്പൊ ഷാളൊക്കെ ഞാനിങ്ങനെ പണ്ടത്തെ സിനിമയില നമ്മുടെ ദൈവത്തിന്റെ ഒക്കെ സീരിയലിനകത്ത് നമ്മുടെ ഇന്ദ്രനും അഗ്നിദേവനും അവരൊക്കെ ഷാള് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കും. ഇപ്പൊ അങ്ങനെ ഷാളിട്ട് നടക്കാൻ ഇത്ര ഇഷ്ടം എന്താണേ. ഇത് വേഗം തുറന്നിട്ടില്ലല്ലോ. ഓക്കെ, എല്ലാവരും നമ്മുടെ മമ്മ മോറ്റത്തെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് എന്ന ബസ്സിലാണ് ഗായ്സ് നമ്മളിന്ന് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അല്ലേ മാറ്റി എൻ്റെ വീഡിയോ എടുക്കട്ടെ, ഞാൻ ബസ്സിൽ നിൽക്കുന്ന വീഡിയോ എടുക്കും. ബസ്സിൽ നിൽക്കുന്ന വീഡിയോ എടുക്കും. ഞാൻ എടുക്കരുതെന്ന് പറയുമോ? സെന്റ് മേരീസ് ബസ്സിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. റീൽസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബസ്സിന്റെ കൂടെ. ഇതൊക്കെ ഗായ്സ് നമ്മുടെ അർജന്റീന ഫാൻസും നമ്മുടെ പോർച്ചുഗീസ് ഫാൻസിന്റെ ഫ്ലെക്സ് കാണുന്നത്. ഓ, പറങ്കിപ്പട ഒരുങ്ങിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ, കയ്യറാം. ആ ലേസ് കഴിഞ്ഞല്ലോ ഞെട്ടി, ഷൂ ലേസ്. സ്ഥലം ഇനി നമ്മൾ കയറി ഇരുന്നിട്ട് ഞാൻ പിടിക്കാതെ തര് ഓരോരുത്തരായി ചാടി കയറിക്കോ. ഇവര് കയറിക്കോ, എന്റെ ലാസ്റ്റ് കുഞ്ഞേറ്റി കയറിക്കോ. അയ്യോ, ഇത് മമ്മ കയറുവാണ് കേട്ടോ. ബസ്സിൽ കയറാൻ എനിക്കൊരു തയ്യാറെടുപ്പൊക്കെ വേണം. സാരി ഉടുത്ത് അമ്മച്ചിനോട് വലിയ പറയും, ബസ്സിൽ കയറാൻ. കയറിയിരുന്നോ? ഇപ്പൊ വരാം. പങ്ക കയറ്, ഓരോരുത്തരായി ചാടി കയറ്. ക്ലിപ്പ് എടുക്കണം, ഇറക്കിയിട്ട് സംസാരിക്കും. ഇനി പങ്ക കയറുവാണ് കേട്ടോ. സോറി. എല്ലാവർക്കും തന്നെ മാറിപ്പോ, ഇനി മാവാറ്റിക്ക് മാറിപ്പോലെ. എല്ലാരും വീട്ടിൽ മാറി പോവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഏകദേശം ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് തിരിഞ്ഞു നിൽക്കുന്ന നേരിട്ട് കണ്ടാലും ചിലപ്പോൾ മാറിപ്പോവും. എന്നാ കുഞ്ഞാറ്റ് കയറി, ഇനി പങ്കം കയറ്. ഞാൻ പങ്കം കയറുവോ? ഐ, ഇവിടെ ഇരിക്കാനാ? നമുക്ക് വിടുന്നാലോ ചേച്ചി? നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട്. പിന്നെ ആരാണ് പേരെന്ന് ചോദിച്ചിട്ടുണ്ടോ? മോസ്റ്റ് ആയിട്ട് നമ്മളിത് ബസ്സൊക്കെ കണ്ടിട്ട് പങ്ക ഇവിടെ ഇരിക്കടാ. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ അങ്ങനെ അറിയോ ഇങ്ങനെ ഞാൻ സ്കൂൾ സീറ്റില്ല ഇരിക്കാൻ. എന്ത് ചെയ്യാ ബസ്സില് സ്കൂൾ വിട്ട് വരുമ്പോ മനുഷ്യന്റെ നടുവളിക്കിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടേ, വെണ്ണക്കട്ടിൽ എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് പോകുന്നത്. എന്റെ സീറ്റ് ഇതാണ്. എന്റെ ബസ്സിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഇങ്ങനെ ഈ നമ്മുടെ ബാക്ക് ഡോറിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ സീറ്റിലാണ് ഞാൻ ഇരിക്കുക. എന്നിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. അത് തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ബസ്സിന്. അതിന് മുമ്പത്തെ ബസ്സും അത് കഴിഞ്ഞിട്ടുള്ള ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. സീറ്റ് ബസ് അമ്മക്ക് ചാടി കൊടുക്കും. ഓ, ഞാനങ്ങനെ ചാടിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിട്ട്. ഷേ ഗൈസ് വൈബാണ്. അപ്പോൾ നമ്മൾ എവിടെയെല്ലാം ഇരിക്കാൻ പ്ലാൻ ചെയ്യാണ്. ബസ് എടുക്കാൻ നേരത്താണ് നമ്മൾ ഇത്രയും സീറ്റ് കിടന്നിട്ട് സീറ്റില്ലാന്ന്. മനസ്സിലായില്ലേ? എന്താ ബസ് സീറ്റൊന്നും ഇല്ലാത്തത്? സീറ്റ് കുറച്ച് വെച്ചുകൂടെ ബസ്സിൽ? അങ്ങനെ എന്റെ ബട്ടക്സ് ഇച്ചിരി വലുതാന്ന് അറിയത്തില്ലേ, വെക്കാൻ തികയുന്നില്ല. അതന്നെ, നമ്മളിനി ബസ്സിൽ നിന്നും റീൽസ് എടുക്കില്ല. ഇനി നമ്മൾ പുതിയ ബസ്സിന്റെ ഒരു റീൽസ് വെക്കുള്ളൂ. ഇല്ല മങ്ക, പഴയസിനെ എടുക്കാൻ പറ്റില്ല. അത് പറ്റാത്ത കാര്യമാണ്. ഒക്കെ പറ്റാത്ത കാര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ മമ്മേ? അപ്പൊ എന്റെ എന്റെ മമ്മാന്റെ കൂടെയാണ് ഞാൻ നിൽക്കണേ അല്ലേ മേ? നമുക്കല്ലേ കേക്ക് കട്ട് ചെയ്യുന്ന വ്ളോഗ് വേറെ എടുത്താലോ? പോകുന്ന ഷോപ്പിംഗ് ചെയ്യുന്ന വ്ളോഗ് എടുത്താൽ പോരെ? എനിക്ക് എന്താ മമ്മ ജസ്റ്റ് തന്നെ ഞാൻ ഡ്രസ് നല്ല ഡ്രസ്സ് നോക്കി എടുത്തു തരും. വളയും മാലയും വാങ്ങും, കമ്പനി വാങ്ങും. ശരിക്കും ഇങ്ങനെ വാങ്ങിത്തരും. ആണോ? ഞാനുണ്ടായപ്പോ മമ്മേന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ ഇങ്ങനെ തുള്ളിച്ചാടിയോ? പിന്നെ തുള്ളിച്ചാടാതെ എന്താ പ്രശ്നം? ഹലോ പ്ലീസ് പറ. സന്തോഷിച്ച് മറിയായിരുന്നു. ഭയങ്കര സന്തോഷമായി എന്റെ കുഞ്ഞു വന്നപ്പോ. എങ്ങനെ സന്തോഷം? ഭയങ്കര സന്തോഷം. അമ്മ എങ്ങനെയാ? കണ്ണീര് വന്നോ? ഞാൻ കരഞ്ഞില്ലേ? കാറിയോ? കാറി കൂവിയാ നീ പുറത്ത് വന്നത്. അതെ അതെ അതെ. എന്താലേ പിടിച്ചിരിക്കണേ. നമ്മള് മോസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണോ.
ടിക്കറ്റ് എടുക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സുൽത്താൻ ബത്തേരി 25 റുപ്പീസാണ്. നമ്മൾ നമ്മുടെ അവിടെ കോളേരി എന്ന് പറഞ്ഞ വഴി ബത്തേരിക്ക് പോയി കഴിഞ്ഞാൽ 20 റുപ്പീസുള്ളൂ. ഇവിടുന്ന് ഒരു 5 റുപ്പീസ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളഞ്ഞൊക്കെ ചുറ്റി കുഞ്ഞു കുഞ്ഞു വഴി കൂടിയൊക്കെയാണ് ഗൈസ് നമ്മൾ ബത്തേരിക്ക് പോകുന്നത്. ബത്തേരിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ് ഇപ്പോൾ കാലിയാണ്. ഇനിയിപ്പോൾ എല്ലാവരും തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പം സ്ത്രീകൾക്ക് നമ്മുടെ KSRTC പ്രിയദർശിനി അല്ലേ സൗജന്യ യാത്ര ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല. KSRTC ബസ്സിലേക്ക് എല്ലാവരും തന്നെ സ്ഥിരം പോകുന്നവരെന്തായാലും ഉറപ്പായിട്ടും. പിന്നെ നമ്മളും KSRTC ഇഷ്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെ, പണ്ടേ നമുക്ക് KSRTC ഇഷ്ടമാണ്, മോസ്റ്റ് ഇഷ്ടമാണ്. ഈ വഴി KSRTC ഉണ്ടോ? ഒരു ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇതിലൂടെ ഇല്ല. പക്ഷേ വാഗേരി ഉണ്ട്, വാഗേരി ടു ബത്തേരി ഉണ്ട്. നമ്മുടെ ഇതിലൂടെ ഇല്ല അല്ലേ? ഈ വഴി നമ്മുടെ പ്രൈവറ്റ് ബസ് മാത്രമേ കേട്ടോ. ഹലോ, ഏതാ പോണാ? അപ്പൊ ഗൈസ് 2 പൊട്ടന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ഹലോ, ഇവിടെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സീറ്റ് ബാക്ക് കൊള്ളുന്നില്ല. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ അല്ലേ വന്നേ? നേരെ നമുക്ക് പാട്ടൊന്നുമില്ല, അതൊരു വൈബില്ല. നമുക്ക് പാട്ട് പാടാം. എനിക്കൊരു പാട്ട് ഇല്ല, എനിക്ക് ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടിക്കാ. എന്താ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് എനിക്ക് ഉമ്മ പറഞ്ഞു അമ്മ എന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പണ്ടത്തെ ഒരു സ്വഭാവം അമ്മ പറ. ഭയങ്കരമായിട്ടുള്ള പണ്ടത്തെ സ്വഭാവം പണ്ടത്തെ സ്വഭാവം തന്നെയാണ്. ഇവരെപ്പോഴും പറഞ്ഞ് ഇരിക്കാൻ പറ്റാത്ത കാരണം മാത്രമേ ഇപ്പൊ എളി കയറി ഇരിക്കുന്നതെന്നുള്ളൂ. എന്റെ എളിന്ന് ഇറങ്ങിയല്ലായിരുന്നു. ഞാൻ ഏത് സമയത്തും ഒരു ചെറിയൊരു കനം ഈ വശത്തുണ്ടാവും. അത് ഇതാണ്, ഈ സാധനം എപ്പോഴും ഉണ്ടാവും. കരച്ചിലെന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചില് ഞങ്ങള് മൂന്നിൽ ഏറ്റവും സാധനം ഞാനല്ലായിരുന്നോ? ഭയങ്കര സാധനമായിരുന്നു. കരഞ്ഞ് മൂക്കീരും കണ്ണീരും ഒലിപ്പിച്ച് നടക്കുന്ന ആളായിരുന്നു ഇത്. അന്നും കുസൃതി ഇന്നും കുസൃതിയാണ്. പക്ഷെ മോസ്റ്റ് ബെസ്റ്റ് സ്വഭാവമാണ് ഇപ്പൊ. ശരിക്കും ഇടയ്ക്ക് കൂടി തിരിഞ്ഞു നോക്കണേ, ചിലപ്പോ കാണില്ല, മറന്നു പോവും. ബാക്ക് വെക്കാൻ സ്ഥലത്. പറയും അമ്മ, ബാക്കി പറയും. അതാണ് മോസ്റ്റ് ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം എന്റെ കുഞ്ഞിന്. അത് എന്റെ മമ്മ അമ്മച്ചി കാരണം മാത്രമാണ് എന്റെ കുഞ്ഞിന് കാരണം. നല്ല പഞ്ചഭാവാണ്. പിന്നെ വേണ്ടാതിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അവിടുന്ന് പ്രതികരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എന്താ പറയാ, മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം വേണ്ടാത്ത സ്വഭാവങ്ങൾ ഇപ്പം ഞാൻ തന്നെ കാണിക്കുകയാണെങ്കിലും വേണ്ടാത്ത സ്വഭാവം എന്തെങ്കിലും കാണിച്ചിട്ട് അവൻ സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു എന്തും തുറന്നു പറയും, ആരോടും എന്തും തുറന്നു പറയും. അങ്ങനത്തെ സ്വഭാവമാണ്. അങ്ങനെ നല്ല കുഞ്ഞു ചക്കൻ. ഇതിനൊക്കെ കാരണം അമ്മ അമ്മച്ചിയാണ്. നമ്മ ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒക്കെ ഹേതുക്കൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അപ്പൊ ഇവർ രണ്ടും കാരണം മാത്രമാണ് ഞങ്ങൾ ഇത്രയും മോസ്റ്റ് ആയതല്ലേ? ആണല്ലേ? അതെ, താങ്ക് യു സോ മച്ച്. അമ്മേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചെയ്ത ഭാഗ്യം എന്താ അറിയോ? ദൈവത്തിനോട് എന്നും ഞാൻ നന്ദി പറയുന്നത് എന്താ അറിയോ? മമ്മേൻ്റെ കുഞ്ഞായിട്ട് ഞാൻ പറഞ്ഞതിൽ അയ്യോ, അതാണ് ഈ ലോകത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. മമ്മേൻ്റെ വയറിൽ ഞാൻ കുഞ്ഞാവയായിട്ട്, അത് ഞങ്ങൾ 3 പേരും ഉണ്ടായത് അതിലും വലിയത്. മമ്മേനെ കിട്ടിയതാണ് അമ്മ മോസ്റ്റ്. മമ്മേനെയും അമ്മച്ചീനെയും അവരെയും കിട്ടിയതാണ്, അവരെ 2 പേരെയും കിട്ടിയതാണ് ഏറ്റവും വലിയ. എനിക്ക് നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. വേറെ ഒരു വലിയ ഭാഗ്യം എനിക്ക് ലോകത്തിൽ ഇല്ല വയസ്സ്. ഇവരാണ് ഏറ്റവും വലിയ ഭാഗ്യം. 3 പേര് എനിക്ക് ഉണ്ടായതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളാണ് എൻ്റെ മോസ്റ്റ്. അതന്നെ, എനിക്ക് 3 പേരും എൻ്റെ ഭാഗ്യങ്ങളാണ്. അതെ, അമ്മയില്ലാതെ ഞങ്ങളില്ല, ഞങ്ങളില്ലാതെ അമ്മയില്ല. ഇല്ലേ? അല്ല. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ നമ്മുടെ കാടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഇടുകയാണ് അല്ലേ? പറഞ്ഞിടത്തൊന്നും ഞാനാ ഓടിക്കുന്നത് അല്ലേ? അപ്പൊ അത് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി ടൗണിൽ വെച്ചിട്ട് കാണാം അല്ലേ അമ്മേ? ഗായ്സ്, നമ്മുടെ സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറങ്ങാം ഗായ്സ്.
ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വാവാജിക്ക് ഭയങ്കര ക്ഷീണം. അവനൊരു അടിക്കണല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാമേ. ഇറങ്ങി. ഹലോ പ്ലീസ്. ഞാൻ ഇങ്ങനെയായി. ആണോ? എൻ്റെ കൂടെ ഇരിക്കണായിരുന്നല്ലോ അന്ന് നിങ്ങൾ എഴുന്നേറ്റേ. ഗായ്സ്, ഇന്ന് എൻ്റെ വാവാജിക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു ഇതില്ല. അയ്യോ എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം. അപ്പൊ നമുക്കൊരു അല്ലെങ്കിൽ ഗുളുക്കോസ് നമുക്ക് വാങ്ങി കൊടുക്കാട്ടോ. അപ്പത്തേ അമ്മ നമ്മൾ ത്രെഡ് ബർത്ത്ഡേക്ക് മുമ്പ് സാധാരണ ത്രെഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ബർത്ത്ഡേ നമുക്ക് സമയം കിട്ടിയില്ല പോകാൻ. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യുന്ന അതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഗ്ലൂക്കോസ് വാങ്ങി വാവാറ്റിനെ കുടിപ്പിച്ചിട്ട് നമുക്ക് ത്രെഡ് ചെയ്യാം. ഇവിടുന്ന് വാങ്ങാനാണോ? ഈ കട ഓർക്കുന്നുണ്ടോ അമ്മേ? ഈ കട ഓർക്കുന്നുണ്ടോ? എന്തോ ഒരു ഈ കട ഓർക്കുന്നുണ്ടോ? ഇവിടുന്ന് കേക്ക് വാങ്ങിയിട്ട് ചീത്ത കേക്കായിരുന്നു ഗൈസ്. ഞങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ നമ്മൾ വലിയ വിഷയമൊന്നും ആക്കാൻ ചെന്നില്ല. നമ്മളപ്പോൾ കേക്ക് വാങ്ങുമ്പോൾ നമ്മളെങ്ങനെ ടേസ്റ്റ് ചെയ്യൂലേ? കേക്ക് വാങ്ങുമ്പോൾ എങ്ങനെ ടേസ്റ്റ് ചെയ്യൂലേ? ഇനിയിപ്പോൾ ഏതാ കടയുള്ളത് ഉണ്ടോ? ഇതാണ് വലിയ വലിയ അവസ്ഥകൾ നമ്മൾ പറയും. 7 കടലിൽ താണ്ടി കിടക്കണം ഇനി ഗ്ലൂക്കോസ് വാങ്ങണേ. നമ്മള് കൊറേ പോകേണ്ടി വരും അങ്ങോട്ട്. പിന്നെ അപ്പൊ എന്താ ചെയ്യുന്നേ? നമ്മളിനി അലയാൻ അങ്ങ് തുടങ്ങുവാണല്ലേ? എല്ലാ ദിവസം കണ്ടിട്ട് കാര്യമില്ല. ബത്തേരി വന്ന ആലയിൽ പറഞ്ഞു. ബത്തേരി എന്നല്ല, പുറത്തേക്ക് ഇറങ്ങിയ അലയിലുള്ളതാ. ത്രെഡ് ചെയ്യാൻ പോവാ ഗായ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുതന്നെ നമ്മൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാനോർത്ത് ഇനി ഗുളുക്കോസൊക്കെ വാങ്ങിയിട്ടായിരിക്കുമെന്ന്. പക്ഷെ കണ്ടില്ലേ ആ കടയിൽ. പിന്നെ അത് എന്ത് ബേക്കറി അടവങ്ക അവസ്ഥ ബേക്കറി. അപ്പോൾ നമ്മളിത് ത്രെഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മളെപ്പോഴും ത്രെഡ് ചെയ്യുന്ന സ്ഥലം ഗായ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ രാഗാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് എന്താ പറയുക നമ്മുടെ രീതിയിൽ ത്രെഡ് ചെയ്ത് തരും. ഇപ്പോൾ അവിടെ ഒരു 10 റുപ്പീസും കൂടി ത്രെഡ് ചെയ്യുന്നതിന് വന്നിട്ടുണ്ട് അല്ലേ? 70 റുപ്പീസ് ആയിട്ടുണ്ട്. സാധാരണ 60 ആയിരുന്നു, ഇപ്പോൾ 70 റുപ്പീസ് ആയിട്ടുണ്ട്. നോക്കാം അവിടെ തുറന്നോ തിരക്കുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം കേട്ടോ. അടച്ചോ? അടിപൊളി. ചേച്ചി ഒന്ന് വരില്ലേ? നമ്പർ ഇതല്ലേ ഗായ്സ്? എന്തൊരു ഭാഗ്യല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ബത്തേരിക്ക് വന്നില്ലായിരുന്നല്ലോ. അല്ല, ഒരിക്കലും ഇങ്ങനെ ക്ലോസ് ചെയ്യാത്തയാ ഭാഗ്യം എന്ന് പറയുന്നതാ. അയ്യോ അടിപൊളി. പണക്കാരിയായ ഞാൻ ഒന്ന് ATM പോയിട്ട് വരാം. അമ്മേൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണേ. ഒരു 10 ലക്ഷം എടുത്തേക്കാം. ഓ, ഇന്നത് തികയോ? തികയൊന്നും അറിയില്ല, അതാണ് ഒരു പ്രശ്നം. പിറന്നാളല്ലേ? വെയിലുണ്ടോന്ന് ചോദിച്ചോണ്ട് എന്നാ ഇല്ല. അടയ്ക്കാൻ പറ്റില്ല. സത്യം ഭയങ്കര ക്ഷീണം വരുന്നത്. ക്യാഷ്കാരി വന്നു. എൻ്റെ ബാബാറ്റേ ഒന്നും പറയണ്ട. ഫുൾ 200 രൂപേൻ്റെ നോട്ട് അച്ചടിച്ചത്. 200 രൂപ നോട്ടിന്റെ വേള. അതെയോ? ഫുൾ 200 രൂപേൻ്റെ. എണ്ണി നോക്കി കറക്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടെന്ന് തോന്നുന്നു. ATM തെറ്റില്ലല്ലോ. എണ്ണി നോക്കിയായിരുന്നു ഞാൻ. പൈസ എടുത്ത് എൻ്റെ ബർത്ത്ഡേ. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് എൻ്റെ ഡ്രസ്സ് മറ്റേ രാജാക്കന്മാരുടെ ഉടുപ്പ് പോലെ ഒരു ഷാളിന്റെ കുറവുണ്ട്. വേണോ? ഒരു കിരീടം. നിക്ക്. ഹലോ, നമ്മൾ പ്ലാൻ ചെയ്യണം ഗായ്സ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത് എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് ഇന്നാണ് എടുക്കുന്നത്. പിറന്നാളിനല്ലേ എല്ലാം എടുക്കണ്ടേ? മുമ്പാണ് എടുത്ത് വെക്കണ്ടേ? ഇന്ന് നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കേക്ക് കട്ടി. എവിടെയാ കട? എവിടെയാ? അവിടെയാ? അല്ല, ഐശ്വര്യ അതുലറ്റിന്റെ ഇടക്കത്തെ വഴിയില്ല. അതിലെ കൂടി പോയപ്പോ അതിലല്ലേ പോണ്ടേ? ഹലോ, എനിക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ഇടവഴി വരും ഉറങ്ങാൻ. ഞാനും അതാ തപ്പുന്നത്. ഇതാ ഇവിടെ നിന്ന് നെല്ലിക്കയില്ല. ആണോ? വഴിയോര കച്ചവടങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതെ, നമ്മൾ പോകുമ്പോ അവിടെ സെന്റിന് 1000. ചെരുപ്പ് ഇല്ല. തിരക്ക് കുറവാണെന്ന് തോന്നുന്നല്ലേ? പറയണ്ട, ഇപ്പൊ കൂടും. എന്താലേ? അതെ അതെ. സിൽവിയാണോ? അതെവിടെയും പോകുന്നത് കേട്ടാ മതി. ഇന്ത്യൻ സ്പീഡിൽ പൊയ്ക്കോളും. എവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. അതെ. ഇതിന്റെ പകുതിയോടെ അടച്ചിട്ടേക്ക് ബാക്കിൽ ശേഷം മുടി കൃഷ്ണന്റെ മുടി പോലെ ഇല്ലേ? ശരി കേട്ടോ, കുഞ്ഞികൃഷ്ണനെ പോലെ ഉണ്ട്.
എനിക്ക് ഇതിനൊരു ഇതിനെ പോലെ തോന്നി, ഒരു ഡാൻസ് ടീച്ചറമ്മേനെ പോലെ. ടീച്ചറമ്മയാണ് ഡാൻസ് ടീച്ചറമ്മ. ചേട്ടനിപ്പോ അഭിനയിക്കുക പറ്റി ഓടുന്നവൻ അഭിനയിക്കുക. സത്യം മിനി ഹാർട്ട് അറ്റാക്ക് ആയി പോലെ. അതെ, എത്തിയില്ലേ? സിനിമ ചെരുപ്പ് വാങ്ങാൻ പോവാ. വാങ്ങാല്ലേ? ഇപ്പൊ വരാട്ടോ നമ്മുടെ കടക്കോട്ട്. എനിക്ക് വാങ്ങണം. ഇവിടുന്ന് ഇനി അഴിച്ചിട്ടത് നോക്കണ്ടേ? നമ്മളിങ്ങനെ അഴിയുമ്പോ ചെയ്യാന്നറിയോ? ഇങ്ങനെ വെക്കുക. എനിക്കിനി കെട്ടാനൊക്കെ മടിയാ. ഞാൻ കെട്ടാൻ. അപ്പൊ നമ്മളിതാ ഐശ്വര്യ അതുല്യ തിയേറ്ററിന്റെ ഈ വഴിക്ക് ചെറിയ സാധനം വെച്ചിട്ടുണ്ട്. കേട്ടോ, നമ്മുടെയൊക്കെ നമ്മളെ കേളി ഹെയർ. എന്റെ മുടി അഴിച്ചിട്ട് ഇപ്പൊ സത്യം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി. ആവശ്യം എന്താ? ലൈക്ക് നമ്മുടെ ആരും കാണുന്നില്ല. ആവശ്യം എന്താ? പോവോ? അവിടെ എവിടെയോ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റി. അത് ക്ലോസ് ചെയ്യില്ലല്ലോ. നമ്മളെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഐശ്വര്യ. വന്ന സ്ഥിതിക്ക് ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് കേക്ക് കിട്ടിയാണ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. വാറ്റ് ക്യാമറക്ക് ചാർജ് ഇല്ല. 45 ഉള്ളൂ. ദൈവമേ, എന്റെ വ്ളോഗ് ഒരു 2-3 മണിക്കൂർ ആവുന്നോണ്ടേ ചാർജ് അതെ ഒരു ബാറ്ററി 2-3 വ്ളോഗ് കാണണമെങ്കിൽ മതി. അതെ അതെ തന്നെ അതന്നെ. ആ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിന്റെ അടുത്തേക്ക് നടക്കാട്ടോ. വാ, നമ്മുടെ ഐശ്വര്യ അതുല്യ തിയേറ്റർ ഗൈസ് എല്ലാവർക്കും അറിയാലോ. അറിയാതിരിക്കില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ മൂവി കാണാൻ വരുന്നത്. നമ്മളിപ്പോൾ മൂവി കാണാൻ വന്നിട്ട് കുറേ നാളായി ഗൈസേ, മനസ്സിലായല്ലോ. ഞാനല്ലേ നടക്കുന്നേ, എൻ്റെ ചക്കരമുത്തിൻ്റെ കൂടെയാണ് നടക്കുന്നത് അല്ലേ അമ്മേ? അതെ. അപ്പൊ നമുക്ക് മാക്സിന്റെ അടുത്തേക്ക് പോവാം. ഏതാണ് സിനിമ ഏതാ? ഇന്ന് അടച്ചിട്ടേക്കോ അമ്മ തിയേറ്റർ? ഇന്ന് ക്ലോസാ. തിയേറ്റർ എന്നിട്ട് 11 വരെയൊക്കെ ഒരു ഷോ ഉള്ളതാണല്ലോ. എന്താ ക്ലോസ് ആണല്ലോ? ഇന്ന് ക്ലോസാ. മാക്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. വാ ലെറ്റ്സ് ഗോ. ഹലോ ഹായ് ഹലോ ഗൈസ്. അപ്പൊ നമ്മള് മാക്സിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ കളക്ഷൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് കേറി നോക്കാം. ഇതിന്റെ കിഡ്സ് സെക്ഷനിൽ കയറാട്ടോ. ആദ്യം കിഡ്സ് സെക്ഷനിൽ കയറാം. ഇതല്ലേ ഡോറ്? കേറ്. അപ്പൊ തന്നെ ഓപ്പൺ ആവും. അതാ ഓപ്പൺ ആയി. ഒരു പ്രാവശ്യം ഓടി വന്ന് പോയിട്ടുണ്ട്. അതെ, അങ്ങ് വന്നിട്ടില്ല. ക്യാമറ അല്ലോടെ അല്ലാന്ന് പറയാം. ഇന്ന് രാവിലെ പറഞ്ഞിടത്ത് കണ്ടുപോയി, ഇന്ന് ഇപ്പോഴും കണ്ടുപോയി. ഐശ്വര്യ ഇപ്പൊ ശരിക്കും അമ്മയായി. ഹലോ ഇന്ത്യൻ മോം. ഹായ് മക്കളെ, ഞാൻ ഡ്രസ് എടുക്കാൻ പറ്റട്ടോ. കൊറേ കളക്ഷൻസ് ഉണ്ടെന്നാണ്. ഇതെടുക്കുന്നുണ്ടോ? ഈ ചുബയോ? റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. എന്നിട്ട് നമുക്ക് ഇത് വാങ്ങിയിട്ടാലോ ഒന്ന് വെറൈറ്റി ആയിട്ട്. തല്ല് വാങ്ങിയിട്ട് എവിടുന്ന് പോകുള്ളൂ? സ്പോഞ്ച് ടെസ്റ്റ് ചെയ്തിയാ? കാരണം അതല്ല ഈ പിള്ളേര് അറിയില്ല. ഒന്ന് നടക്കൂ. വാ, ഞാൻ അമ്മയായിട്ടാണ് കഴിച്ചു നിൽക്കുന്നത്. ഉടുപ്പുണ്ട് പക്ഷേ ഇതെന്താ എല്ലാ ലോഹകള്? എന്റെ മമ്മ പറയുന്ന എല്ലാം എനിക്കിഷ്ടം. ഇത് ഒരു ബനിയനും നല്ല രസമല്ലേ? ഇതാ എത്ര ഇതിന്? 1199. അതിനെത്രയാ? ഇതെന്ത്? അതാ മമ്മ പറഞ്ഞ പോലത്തെ മീഡിയം ടോക്കുന്നുണ്ടോ? റോസ് ഉണ്ടോ? എന്താ ഇതിന് വില? അതാ ഉള്ളിലുണ്ടടാ. 699. ഇതിന് 999 അതാ ഇതിന്
ഞാൻ മലയാളം പറഞ്ഞില്ലേ അവിടെ പോയാൽ മതിയെന്ന്. ഗൈസ് വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ ഞാൻ കട്ട് ചെയ്യുന്നതാണ്. മാക്സിനുള്ള കട ആരും കാണണ്ട, നമ്മളിവിടെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വകാര്യമായിട്ടെന്ന് പറഞ്ഞ ക്യാമറ എന്ന് പറയണ്ടായിരുന്നോ വീഡിയോ എടുക്കല് നിങ്ങൾ പോകുന്നത്? അത് തന്നെ മാക്സ് ചീത്ത കടയാണ്, ആരും വരലെന്നാണോ നമ്മള് പറഞ്ഞേ? നമ്മള് ഡ്രസ്സ് എടുക്കാൻ വരിക ഗൈസ്, നമ്മള് മാക്സിൽ പോവാന്നല്ലേ പറഞ്ഞത് അല്ലേ? നല്ലത് പറയുന്നത് ഇഷ്ടമല്ല. ആ നല്ലത് പറയുന്നത് ഇഷ്ടമല്ല. എന്റെ ദൈവമേ, ആരും പറഞ്ഞില്ല. എവിടെ പോയാലും ഇങ്ങനെ ഓരോ വള്ളികൾ വരും മനുഷ്യന്റെ മൂഡ് കളയാൻ വേണ്ടിയിട്ട്. വയനാടിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവരെന്താ ഓർക്കുന്നത്? അപ്പോഴേക്ക് നമ്മുടെ മൂടൊന്നും ഈ ഒരു കട മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ഇവിടെ മാത്രമാണ് തുണിയുള്ളത്. അതും ഇത്രയും ഇത്രയും പോകുന്നൊരു കുഞ്ഞുടുപ്പിനാണ് 999. അത് തന്നെ. ആ ഡ്രസ്സിന്റെ വില ക്വാളിറ്റി ഉണ്ടാവും. ഇതില് നല്ല സ്റ്റുഡിയോ തന്നെയാണോ? എനിക്കറിയില്ല. സ്റ്റുഡിയോ ഇല്ലേ? അതന്നെ വേറെ ദൂരം കടകളുണ്ട്. അതന്നെ പിന്നെ ഇവിടെ തന്നെ പറഞ്ഞോളെ വേറെ കട തന്നെയുള്ളൂ. വീഡിയോ എടുക്കുമ്പോഴേക്ക് അങ്ങോട്ട് അല്ലല്ല ആ ഒരു സൈഡ് തൊട്ട് ഉരുകാൻ തുടങ്ങുന്നത്. അത് തന്നെ, അതായിരിക്കും അങ്ങനെ പറയുന്നത്. പൈസ അപ്പം നമുക്ക് നെക്സ്റ്റ് ഷോപ്പ് നോക്കാം. അത് സത്യം. പൈസ നമ്മുടെ ഏതോ ഫാനൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. കാറൊക്കെ നിർത്തി ആയി കാണിച്ചു. അതന്നെ അതന്നെ എന്നോ ആ ബർത്ത്ഡേ ഇഷ്ടം പോവാ ഇവിടെ വന്നതാ. എല്ലാരും ചേരുമ്പോ സന്തോഷം. ഓ താങ്ക് യു സോ മച്ച്. ആ ശരി. അയ്യോ സത്യം എന്ത് ചെയ്യുമേ? നമ്മുടെ വീഡിയോ ആണെന്നാണ് പറഞ്ഞത്. മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഫാനാന്ന് പറഞ്ഞത്. നെഗറ്റീവ് ആയാലും ഒരു സ്ഥലത്ത് പോസിറ്റീവ് ആയിട്ടുണ്ടാവും. അതന്നെ സത്യം. എനിക്ക് തരണം വേണം. എന്താ പ്രശ്നം? ഇതിലേക്ക് ഉണ്ടോ ഗൈസ്? എനിക്ക് ഇങ്ങോട്ട് മിഠായി കിട്ടി. 3 രൂപ ലാസ്റ്റ് വന്നു, പക്ഷെ 2 രൂപ എക്സ്ട്രാ. ഏലാതി മിഠായാണ് നമ്മുടെ കോഴിക്കോട് ഫാർമസിയിലാണ്. നമ്മള് കുറച്ചാണ് വാങ്ങണ്ടാവും. അതെ അതെ മിക്സ് പോലെ ഉണ്ടല്ലേ? പോവല്ലേ? നെക്സ്റ്റോ ബർത്ത്ഡേക്ക് ലിസ്റ്റ് ഇല്ലാതെ പരിപാടി ഇല്ല കേട്ടോ. അയ്യോ അതിന്റെ വയറുതേ മുറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അങ്ങനത്തെ ഒന്നും കാണല്ലേ നിങ്ങള്? അമ്മ ഇനി നമ്മളെങ്ങോട്ടൊന്ന് ഡ്രസ്സ് എടുക്കാനാ? ഡ്രസ്സ് എടുത്തിട്ടാണോ അതോ ഡ്രസ്സ് എടുക്കാതെയാണോ? ഇവിടുത്തെ ചേട്ടൻ്റെ അഡ്രസ്സില്ല, ചെരുപ്പുകാരൻ്റെ അഡ്രസ്സില്ല കേട്ടോ. അല്ല അമ്മ നമ്മൾ എവിടെ നമ്മൾ ഡ്രസ്സ് എടുക്കാം? കുറേ കടയുണ്ട്, എവിടെ നിന്ന് എടുക്കണം എന്ന് ഞങ്ങൾക്കറിയില്ല. അത് തന്നെ സാധാരണ നമ്മളല്ലേ മുങ്ങണ്ടേ, ചേട്ടനാ മുങ്ങിയത്. നമുക്കൊന്ന് കട തപ്പാട്ടോ. കയറണോ? ആ എന്നാ വെറുതെ അതന്നെ ഡ്രസ്സ് ഏതുണ്ട്? ഡ്രസ്സ് ഇവന് ഹായ്. നമ്മൾ കയറുമ്പോൾ ഹായ് ഒക്കെ പറയണം. അതെ വെറൈറ്റിയാ. അത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, വേറെ സൂത്രങ്ങളൊന്നും ഒന്നുമില്ല. ഓ താങ്ക് യു. നോക്കാം. ഇതിനൊക്കെ എത്രയാകും? കുറഞ്ഞ മതിയോ? കുറഞ്ഞ മതി. ഒരു 1000-ന്റെ ഉള്ളിൽ വരുന്നത്. 1000-ന്റെ ഉള്ളിൽ മതിയല്ലോ. ഇവന് മതി. ഇവന്റെ ബർത്ത്ഡേ അല്ലേ? ആണോ? സോറി. താങ്ക് യു. ഞാൻ ഈ ടോപ്പ് എടുക്കാൻ വേണ്ടേ? ബാഗ് വീട്ടിലുണ്ട്. ജീൻസ് നോക്കണോ? ജീൻസ് ഒക്കെ എത്രയാ? ഞാൻ ടോപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ജീൻസ് എടുക്കാൻ നിൽക്കണ്ട. അത് അസൂയാണല്ലോ. അത് അവിടെ ജീൻസ് എടുക്കാൻ നിൽക്കണ്ട. സംശയം ഉണ്ടല്ലോ. ഞങ്ങള് ഷർട്ട് നോക്കുന്നേ. അത് ഗോവയായി പോകുന്നുണ്ടല്ലോ. അത് ദുബായിക്ക് പോകുമ്പോ നമുക്ക് സെറ്റ് ആക്കാം. ടോപ്പ് ഈ ഒരു അപ്പൂപ്പൻ കൂടെയും കൊണ്ട് ഞാനും ഉണ്ട്, ഒരു അപ്പൂപ്പൻ കൂടെ ഉണ്ട്. ഇത് നടക്കില്ല. എന്റെ ഏറ്റവും ശരി ഇല്ല, ഇപ്പഴേ എടുത്തു വെക്കണം. അതന്നെ ട്രയൽ റൂമിലേക്ക് കയറാൻ പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. എന്റെ ജീൻസിന് ബ്ലാക്ക് എനിക്കും വേണം.
കുറേ സ്ഥലമുണ്ട്. എന്താ സ്ട്രെസ് മാറുന്ന റൂമിലേക്ക് നിങ്ങൾ ക്യാമറ കൊണ്ട് വരുന്നോ? വേഗം ഇറങ്ങി പോകും. ഞാണല്ലോ ചേച്ചി അടിപൊളി. കടയിൽ വരുന്നത് അങ്ങനെ വേണം കയ്യിലെടുക്കാൻ അല്ലേ അമ്മ? അയ്യോ സീൻ സീൻ മാക്സിലെ സാധനം പോയി പിടിച്ചു നോക്കിയത് അവർക്ക് ഇഷ്ടായില്ല. പിന്നെ അവരുടെ സാധനം പിടിച്ച് പിന്നെ നമ്മള് സ്പോഞ്ച് ഉണ്ടോ നോക്കണ്ട. ഇന്നവേഴ്സിന്റെ ഫിറ്റ് നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീട്ടിലെത്തിയ ആൾ ഒന്നിടുമ്പോഴേക്കും ചാടി വരുന്നത് നമ്മൾ എടുക്കില്ല. പ്രശ്നം വേഗം സിബ് നോക്കണം, അല്ലെങ്കിൽ സിബ് പൊട്ടി പോയാ എന്താ ചെയ്യാ? എന്തായാലും ഡ്രസ്സും ഊരുന്ന പരിപാടി അത് നടക്കില്ലേ? വേഗം അടിച്ചേക്ക്. സോറി. ഇവിടെ തയ്ച്ചൊക്കെ തരൂലേ? ചേളാകം റെഡിയാക്കി ചേളാകത്തിന്റെ മോളിക്കൂടി തോളിലേക്ക് എടുത്തിടാം. എത്ര നാളത്തേക്കാണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഇട്ടില്ല ഞാൻ പറഞ്ഞു. എന്റെ മമ്മ അല്ല ജീൻസ് എന്റെ എനിക്ക് ഇച്ചിരി ചെറുത് വേണമായിരുന്നോ? ഇച്ചിരി വലുത് വേണമായിരുന്നോ? ഒന്ന് മാറിക്കൊന്ന് നോക്കട്ടെ. ചേച്ചി എങ്ങനെ അത് ഇട്ടോ, ഇത് അഴിച്ചിട്ട് അത് ഇട്ടോ ഞാൻ. അത് തന്നെ ഇത് അഴിച്ചിട്ട് ശരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാനത് ഇട്ടത്. ഞാൻ ഇട്ടോട്ടെ അത് ഇത് കിട്ടും. ആരുമില്ല. ഒന്ന് മാറി ഞാനല്ലോ തോച്ചേ നോക്കട്ടെ. അമ്മ എനിക്ക് ഇച്ചിരി കുഴക്കാണ് തോന്നുന്നേ. പാന്റ് ഒന്നുമില്ല. അല്ല ആ പാന്റ് ഇട്ടാ എനിപ്പെന്താ ഇവിടെ ഇച്ചിരി ഇത് ഇവിടെ ഇച്ചിരി പിടിച്ചാൽ മതി. ഇവിടെ മാത്രം അവര് കുറയ്ക്കേണ്ട ആവശ്യമില്ലമ്മേ. അല്ല അവര് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം? അത് തന്നെ അല്ലേ ടോപ്പ് ഇട്ടോക്കരി അങ്ങനെ ഇപ്പൊ ചേച്ചിയോട് പറയാ. ചേച്ചി ഇത് ഫിറ്റാക്കേണ്ടി ഇത് ഇട്ടോണ്ടാ പോകുന്നേന്ന് അങ്ങനെ പറയണോ? അല്ല നമ്മള് വീട്ടിൽ പോയിട്ട് ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുമ്പോഴാ ബർത്ത്ഡേക്ക് നമ്മൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളെ മുമ്പ് ഇട്ട് കാണിക്കുവാണ്. അതന്നെ ഞാൻ എനിക്ക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടം. എന്റെ ദൈവമേ ഇതാണ് കുഴപ്പം. ഇത് ഈ ടോപ്പിന് എത്രയാന്ന് പറഞ്ഞത്? ഇതിന് 300 സംതിങ് ഉള്ളൂ. നല്ല മമ്മേ അടിപൊളി. അമ്മ ഈ ഡ്രസ്സിന് എന്തൊക്കെ കുത്തി കയറുന്ന തോന്നുന്നമ്മേ. നിങ്ങള് കണ്ടോ? എന്നെയാണ് കാണുന്നത്. കൈ മാത്രം കാണിക്കാം. അടിപൊളി. നോക്ക് ഗൈസ്, അടിയിലേക്ക് കളിക്കാം. അമ്മേ ഒന്ന് പറയാ. എനിക്ക് അത്ര ഇഷ്ടം. ഏറ്റവും വലിയ ലക്കാണ്. ഒരു കാര്യം പറയട്ടെ, അത് മാത്രല്ല ജീൻസ് അവിടെ ഒട്ടും കളക്ഷൻ ഇല്ലാന്ന് ഓർത്തിയ. വെറുതെ അല്ല മാക്സിന്ന് പോവാൻ പറഞ്ഞ. അത് തന്നെ ഇവിടെ ഇത്ര നല്ലൊരു ഫുൾ സെറ്റ് ഡ്രസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വീഡിയോ എടുക്കല്ലേ? കളയുടെ പേര് ഇവിടുന്നല്ലേ നിങ്ങൾ എനിക്ക് ജീൻസ് എടുത്ത് വേണ്ടിട്ട്. അത് പോലീസ് എന്നിട്ട് പോലീസാന്ന് ഓർത്തൊരു വേഗം വേഗമായിരുന്നു പൈസ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഡ്രസ്സിന്റെ സൈഡ് അത് ഞാൻ പിടിച്ചു തരൂടാ. എനിക്ക് തിട്ടോണ്ട് തോന്നുന്നു ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട ചടങ്ങിപ്പോയോ എന്റെ മമ്മേ? അതാ പങ്കം ചളിക്കമ്മേ. ദൈവമേ അത് ഇട്ടപ്പോഴേ ഇങ്ങനെയായിരുന്നു. ഇനി കേക്ക് വാങ്ങുന്ന എടുക്കണ്ടേ? ഇത് ക്യാമറയ്ക്ക് ചാർജ് നമ്മൾക്ക് ഇവിടെ വീഡിയോ എടുക്കാനൊന്നും അത് നിന്റെ ഒരു വിരളിലല്ലേ കയറുള്ളൂ ഗായ്സ്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് മോസ്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത്. അപ്പൊ ജീൻസിന്റെ സൈഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് അൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് മോളിൽ നിന്ന് ചെയ്ത് തരാന്ന് പറഞ്ഞു കേട്ടോ. മോസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയുക, ഫിറ്റ് ആയ ഡ്രസ്സ്. കാരണം യെല്ലോ കളർ എന്റെ ഫേവറേറ്റ് കളറാണ്. കറക്റ്റ് ലിപ്സ്റ്റിക്ക്, കറക്റ്റ് ഡ്രസ്സ്, കറക്റ്റ് എന്താ പറയാ ഷൂസ്, മുടി കറക്റ്റ് മുടിയൊക്കെ ഇടുന്നൊക്കെ ഭയങ്കര ഭാഗ്യമായി. പ്രത്യേക സന്തോഷാണല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് വേഗം പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന ഡ്രസ് അൾട്രിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സെറ്റ് ആക്കിയിട്ട് വേഗം അപ്പൊ അതാ അൾട്രിങ്ങിന് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് എനിക്ക് ജീൻസിന്റെ വൈഡ് ലെഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വൈഡ് ലെഗ് ജീൻസ് എന്ന് പറയുന്നൊരു മോസ്റ്റാണ്. ഞാൻ മോം ഫിറ്റ് ജീൻസ് ചോദിച്ചു, അപ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇതിനാണ് നമുക്ക് ആ ചേച്ചി എടുത്തു തന്നത്. ഒന്നും പറയണ്ട, പെർഫെക്റ്റ് അല്ലേ അമ്മേ? അതെ.
എന്താ പറയണത്, തന്നെ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ആ ടോപ്പും നല്ലൊരു കേക്ക് മുറിക്കപ്പെടാലോ. ഇപ്പൊ തന്നെ ഇടാൻ നമ്മൾ ഓർത്തയാ, പക്ഷെ തയ്ക്കണ്ടോണ്ട് മാത്രം. അല്ലെ പങ്ങനെ ഇതിട്ടിട്ട് ഇനിയിപ്പോ എന്നെ പങ്ങനെ മാറിപ്പോയനെ. കണ്ടോ കണ്ടോ പങ്ങനെ പേടിച്ചിട്ട് ആടാ, നിന്നെ പേടിയാടാ, നീ പേടിയാടാ. ഓ ആരും എടുക്കൂല എന്റെ ഡ്രസ്സ്. ഞാൻ വീഡിയോ കണ്ടപ്പോഴേ കാണാൻ വേണ്ടിട്ട് വീഡിയോ ഞാൻ വിചാരിച്ചു ഇവന്റെ വീഡിയോ കണ്ടിട്ടാണോ. ഇവന്റെ D4 ഡയാന വ്ലോഗ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. സന്തോഷായി. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണേ നിങ്ങള്. ഈ ജീൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടിനും ചോദിക്കും. അതന്നെ ഇവന്മാരുടെ ബർത്ത്ഡേ ഇനി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത മാസം അതിന്റെ അടുത്ത മാസമൊക്കെ പാടാ വരുന്നില്ലേ? അതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴാണോ? അതെ 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 ചിലർക്കൊക്കെ ജീൻസ് അതെ അതെ, നമുക്ക് കിട്ടൂട്ടോ. വലിയൊരു സന്തോഷം. നമുക്ക് പാവം ഞങ്ങള് 2 വർഷമായിട്ട് ഒരു ജീൻസ് ഒരു ജീൻസ് ഇടുന്നേ തേഞ്ഞു പറഞ്ഞ നീല ജീൻസ് വെള്ളമായി. അടുത്ത ജീൻസ് ആയില്ലേ? അങ്ങനെ ആൽട്ടറിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. ചേച്ചി നമ്മുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ആയിട്ട് ക്യാമറ ഇപ്പൊ ചാവും. അതിന് സന്തോഷമാണ് ഞാൻ. അതെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഫോണിൽ എടുക്കേണ്ട വീഡിയോ. അയ്യോ എത്ര നാളെ ഇങ്ങനത്തെ കുഞ്ഞുടുപ്പ്. അമ്മ ഞാൻ ജനിച്ചിരുന്നല്ലേ എന്റെ കുഞ്ഞുടുപ്പ്. ഇതായിരുന്നു ശരിക്കും താങ്ക് യു. ചേച്ചി ടാറ്റായിരുന്നു ക്യാമറ. ബില്ല് വാങ്ങിയായിരുന്നോ? ഉണ്ടല്ലേ. അവിടെ നിന്നോ പണ്ടേയുള്ള നമ്മുടെ ഷോപ്പാണ് കാര്യമായിട്ട്. പണ്ട് മുതലേ ഞങ്ങള് സ്കൂൾ ബസ്സിൽ പോകുമ്പോ പറയാ കാഞ്ഞ രണ്ട് ഇതെന്താ പേരാന്നൊക്കെ. അത് തന്നെ. അത് പറയല്ലേ. അപ്പൊ നമ്മളങ്ങനെ മോസ്റ്റ് ഡ്രസ് അതെ 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 അതെ. തലയിൽ വെച്ചു കൊടുക്കും. മമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മമ്മയ്ക്കുള്ള ചെരുപ്പ് എന്നെയും കൊണ്ടാണ് കാഴ്ച എടുപ്പിക്കുന്നത്. ആദ്യം നമ്മുടെ അത് വെക്ക് എടാ, അത് ലാസ്റ്റ് കറപ്പാവും എന്തായാലും. അതിന് ഡിസൈനൊക്കെ അങ്ങ് പോകും. ഞാൻ പുറത്തേക്ക് പോകും. എന്റെ ആണെങ്കിൽ പുറത്തേക്ക് പോകും, മമ്മേന്റെ പുറത്തേക്ക് പോകില്ലേ. കുറച്ച് വലുത് കാണല്ലേ? മതിയോ? രക്ഷപ്പെട്ടു. നമ്മളാർക്കോ ഉള്ളത് മതി. എങ്ങനെയാ? ഹലോ, അപ്പൊ ഡയാന ഷൂടിട്ടെ എന്റെ നിലയിൽ ഗൈസ് വേഗം ഓടുന്നേ. 15% ഉള്ളൂ ക്യാമറയ്ക്ക്. കേക്ക് നെയ്യറ്റിമാ മണിക്കുട്ടിയാന്ന് പറയാം. നമ്മള് പറയും ടിക്കറ്റ് എന്ന് പറയും. എടാ പോടാ, ശരിക്കും പറയും അങ്ങനെ. ഞങ്ങളൊരു ഷോപ്പ്. അത് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞില്ലേ? ബർത്ത്ഡേ അല്ലേ, ചെന്നിട്ട് വരണോ? മിഠായി ഇല്ല കയ്യില് കൊടുക്കാൻ. വിക്സ് മിഠായി കൊടുത്താൽ മതി. തൊണ്ടയൊക്കെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞു. നമ്മള് വിളിക്കുന്നുണ്ട്. എന്റെ ബർത്ത്ഡേയാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? മനസ്സിലായില്ല നിനക്ക്? എനിക്ക് പിന്നെ മനസ്സിലായ. വന്നായിരുന്നോ? ആണോ? ഞാൻ വെച്ച ഷൂട്ടിങ്ങിന് പരിപാടിയാണോ? അതെ, ക്യാമറ അപ്പൊ നോക്കുവേ ഷൂട്ടിങ് ആരാണ് ആണോ? കൊറേ ഇല്ലേ കണ്ടിട്ട്? കൊറേ അതെ, നമ്മളൊക്കെ ഒരുമിച്ച് കലാജാതിയാണോ? രംഗശ്രീനല്ലേ മോസ്റ്റ് ഗൈസ് പണ്ട് അല്ലേ? ഒരു ഓർമ്മയാണ് അല്ലേ? പോട്ടെട്ടോ. ശരി, താങ്ക് യു. ശരി, മോസ്റ്റ് ആയിട്ട് ഗൈസ് നമ്മുടെ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഒരു വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ? എങ്ങോട്ട്? വിളിച്ച സ്ഥലത്തേക്ക് പോകാം. പോണോന്നേ.
ചേട്ടൻ പിയാനോല്ലോ, എന്താ ഹാർമോണിയം. മമ്മേ ഞാൻ പറയാം, ഇതെന്താ നോക്കും. നമ്മുടെ ചെറിയുള്ളി വാങ്ങാണ് കിലോയ്ക്ക് 100 2 കിലോ 100 പറഞ്ഞു. അപ്പം സോറി, കിലോയ്ക്ക് 200 അല്ലേ? എന്തൊക്കെയാ ഞാൻ പറയുന്നത്, കിലോയ്ക്ക് 100 പോരെ. അപ്പൊ അര കിലോ അപ്പൊ അര കിലോ 50, 1 കിലോയ്ക്ക് 50. സമ്മതിച്ച് പ്ലീസ്. ഞാൻ മനസ്സിൽ വിചാരിച്ച അല്ലും കണ്ടോ ഇല്ലല്ലോ. എന്താ പ്രശ്നം, എത്രയിലും വാങ്ങ്. ഇന്ത്യൻ മംകാണി. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചല്ലടാ പുറത്ത് പറഞ്ഞേ. ഇതിന് മാത്രം കിടന്ന് റഷ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉള്ളി വാങ്ങി നടക്കുക. ഇന്ന് ഉള്ളി സാധനമാണോ വാങ്ങാ? ആണോ? എടാ ശരിക്കും എടാ കടയിൽ നിന്ന് ഇട്ടപ്പോ ഡ്രസ്സ് മോശമായിരുന്നു, വീട്ടിലിടുമ്പോ ഡ്രസ്സ് അതിലും മോശമായിരുന്നു. എന്ത് ചെയ്യൂടാ? നമ്മള് കത്തിക്കും, വീട് അല്ല വീടല്ല. എന്റെ ദൈവമേ, അല്ല ന്യൂ ജനറേഷൻ വാക്കിൽ കത്തിക്കും മീൻസ് ആയല്ല മോസ്റ്റ് ആക്കും. അയ്യോ വീട് അയ്യോ ഗായ്സ് നോക്കൂ, നോക്കമേ മഞ്ഞ ചെമ്പത്തി പൂവ് 100 rupees ഇല്ല. ഇതെപ്പോഴും 20 രൂപ കൂടി. 20 വേണം. ഇത് 2 രൂപ. ആ 100 എടുക്കും. ഹായ് 100 ഒരെണ്ണം മതിയോ അമ്മ? 100 ഒരെണ്ണം അല്ല 2 എണ്ണം വേണം. 9%. കവറിലിടാൻ ഞാൻ ചിപ്സ് കൊണ്ട് പോവാ. അമ്മ എനിക്ക് തിന്നാൻ തന്നെ തികയുള്ളൂ. ആ കരിഞ്ഞതിനാണോ 120? എനിക്കിഷ്ടല്ല, അത് പഴുത്തതാണ്. അമ്മ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അതെ, അമ്മ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും. എന്റെ ചിപ്സ് കിട്ടിയില്ല. ഒന്ന് നടക്ക്. ചേട്ടൻ കയറി ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. പൈസ ആര് കൊടുക്കും? ചേട്ടൻ കയറി കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷേ പുറത്തുനിന്ന് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട അവസ്ഥയാണ്. വെള്ളം അതെ ഫോട്ടോ എടുത്തില്ല. എല്ലാ അവസ്ഥയാണ്. എടാ എനിക്ക് ഫോട്ടോ ഇതൊന്ന് പിടിച്ചേ. ഗായ്സ് നമ്മൾ എന്താ പറഞ്ഞേ? ഗായ്സ് നമ്മളിനി കേക്ക് വാങ്ങുന്ന ഷോപ്പിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗായ്സ് നമ്മളത് ഇതാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ അതിനകത്ത് പേരൊക്കെ എഴുതണ്ടേ? എഴുതണ്ടേ? കുഞ്ഞാച്ചി കുഞ്ഞാച്ചിന്നാ. നമുക്ക് നമ്മുടെ എല്ലാ പേരുകളും അങ്ങനെ എഴുതിയാലോ? പിടിച്ചോ. 3 പേരുണ്ട്. എനിക്ക് അങ്ങനെ പേര് കുറെ ഉണ്ട്. അയ്യേ അത്ര പോല. അല്ല ഈ എരുമാന്ന് എഴുതാം. എനിക്കറിയില്ല, എന്റെ തലാന്ന് എഴുതും. ഞാൻ പറയാം നല്ലൊരു പേരല്ലേ. എലിയാണ്. കേക്ക് വാങ്ങി ഇറങ്ങുന്ന വീഡിയോ എടുക്കാനുള്ള ചാർജ് ഉണ്ട്. അയ്യോ ഗൈസ് 4 ഉള്ളൂ. അതപ്പോ ചാവൂലേ. നമ്മുടെ കേക്കിൽ ഇത് നീലയും കൊണ്ട് മഷി വരച്ച് കേക്ക് പേരെഴുതുന്നു. നീല നേരത്തെ റെഡ് എടുത്തായിരുന്നു, നന്നായി അത് എടുക്കാത്ത. അയ്യോ നമ്മുടെ കേക്ക് പേര് നമ്മുടെ കേക്ക് നേരെയല്ല, ഇവിടെ മോസ്റ്റ് കേക്കിന്റെ പേര് എഴുതി. ഹലോ ഗൈസ്. അവസ്ഥയാ ഗൈസ്. അപ്പൊ നമ്മളിത് മോസ്റ്റ് ആയിട്ട് ഐസ്ക്രീം സ്ട്രോബെറി എടുക്കാനാ. ഇത് സ്ട്രോബെറി വരാം. സ്ട്രോബെറി മതി. സ്ട്രോബെറി സ്ട്രോബെറി എടുക്കാം. സ്ട്രോബെറി അത് ഫ്ലേവർ എന്നുള്ള സ്ട്രോബെറി ഇഷ്ടമാന്ന് മനസ്സിലായി. സ്ട്രോബെറി വാങ്ങി. അതാ 2. ഇനി അപ്പൊ നമ്മള് കേക്ക് വാങ്ങി, നമ്മള് ഡ്രസ്സ് വാങ്ങി, കേക്ക് ഇവിടുന്ന് വാങ്ങി. അപ്പൊ അതെ അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഐസ്ക്രീം സ്വീറ്റ്സുമായിട്ടുണ്ടാ. എനിക്ക് വിശന്നിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വെറുതില്ലല്ലോ. എന്താ മാനേ മിണ്ടാത്തെ? അമ്മച്ചിയായിട്ടോ മറ്റേ ഓട്ടോക്കടയിൽ കയറിയിട്ട്. അതെ. അപ്പൊ നമ്മള് ആർക്കും മാറിപ്പോരുത്. അതെ. അപ്പൊ നമ്മളിനി പോവാണ്. എന്റെ അതെ നമ്മള് ഞങ്ങളുടെ വന്ന ബസ് ഇറങ്ങാ. അപ്പൊ നമ്മള് കേക്ക് വാങ്ങാൻ കയറിയ കടയിൽ ഭയങ്കര ചിരിയായിരുന്നു. എന്റെ ദൈവമേ. അല്ലേ പങ്ക
ചിരിയോട് ക്യാമറ ചത്തു ഗൈസ്. എന്തെങ്കിലും പിടിക്കണം. ക്യാമറ ഞാൻ ബാഗിൽ എടുത്ത് വെക്കാൻ പോവാം. മേലാൽ ആ കട കയറി അതോ ബൂസ്റ്റായിട്ട് അതെ മറ്റേ പാമ്പുകോഴി കളിക്കുക. ഒരു തരത്തിലും ഞാൻ വിടില്ലെന്നാ പറയുന്നേ. അതന്നെ അതന്നെ. ഇനി മേലാൽ ആ കടയിൽ കയറി നമുക്ക് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതിന്റെ ഇളിക്കാൻ തന്നെ അവർക്ക് ഇളിക്കാനുള്ളത് ഇല്ലാത്തോണ്ടല്ലേ? അല്ലേ, അവർക്ക് ചിരിക്കാനുള്ളതൊന്നും ഇല്ലാത്തോണ്ടാണ് കണ്ണാടി വെക്കാൻ. ആ ചേച്ചി പറഞ്ഞോട്ടെ എന്റെ വെറൈറ്റി ഹെയർ സ്റ്റൈലിനാണ് പറഞ്ഞത്. അതിന്റെ ഇവർക്ക് ചിരിയോ? കണ്ണാടി നമുക്കില്ലേ ഒരു കണ്ണാടി കണ്ണെടുത്തിട്ട് പോകരുത്. എന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. അയ്യോ ഞാനാണ് കൊടുക്കുന്നത്. പല്ല് കാണിക്കണ്ട, അതിന്റെ മുമ്പ് നമ്മൾ തന്നെ തിരിച്ചെത്തു. പറയുന്നുണ്ടോ തോന്നരുത്. ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെയാ അതന്നെ. അവർക്ക് ചിരിക്കാനുള്ള വക ദൈവം കൊടുത്തോളം കഴിച്ചു. നമ്മളല്ലേ കയറിയത്. അപ്പൊ എന്താണ് ദൈവം കൊടുക്കാൻ? സത്യം. അപ്പൊ നമ്മളങ്ങനെ കുറച്ച് പ്രാക്കൊക്കെ കഴിഞ്ഞ് വാങ്ങി. അനുഭവം ഉള്ളവർക്ക് അറിയാം. അതെ അതത്രേ ഉള്ളൂ. നമ്മള് എല്ലാം വാങ്ങിയിട്ട് നമ്മളിനി വന്നു വാങ്ങി പുതിയ ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് നടക്കണം. ശരിക്കും അപ്പൊ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? നോക്കാം. നമ്മളിനി നെക്സ്റ്റ് പോവല്ലേ ചേച്ചി? ഇങ്ങോട്ട് പോവാ. നമ്മള് പോവാൻ പോവാണ്. ഏറ്റവും വലിയ കാര്യം ഇന്ത്യൻ മാമ കട്ട കലിപ്പന്നെ കഴിച്ചു. അപ്പൊ നമുക്കിനി എങ്ങോട്ടേലൊക്കെ പോവാം. എന്തൊരു സ്നേഹമുള്ള, എന്തൊരു നമ്മള് കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. അതന്നെ. എടാ എന്നാ അവരുണ്ടോടാ വകി ലോകത്ത്? ഇന്ത്യൻ ഇന്ത്യൻ പറയണ്ട് ഒരു യോ പിടിക്കും. ഞാൻ ഇങ്ങനെയായിരിക്കും ഫോട്ടോയിൽ. നമ്മളിനി വീഡിയോ എടുക്കുന്നുണ്ട്. വല്ല പോലീസുകാരൊന്നും അറിയോ? വീഡിയോ എടുക്കാൻ പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഓടാനുണ്ട്. പിന്നെ ഷൂ കെട്ടാ പട്ടിക്കുഞ്ഞ് എന്റെ കുഞ്ഞു ബേബി ആയിട്ട് വന്നെങ്കിലും എനിക്ക് പിന്നെ മക്കാൻ പറ്റില്ല. ക്യാമറ ഗൈസ് ഡെഡ് ഹോഗയാ. നടക്കല്ലേ ഫോണിൽ എടുക്കണം. അപ്പൊ ഞാൻ എന്റെ ക്യാമറ ബാഗിലെടുത്ത് സൂക്ഷിച്ചു വെക്കട്ടെ. ജലജയെന്ന് വാങ്ങാനായിരുന്നു അമ്മേ. അപ്പൊ നമ്മളിനി പോവാണ് ഗൈസ്. അപ്പൊ നമ്മള് ജാഗൂർ സ്പ്രേ വാങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മുടെ എന്റെ ഫേവറേറ്റ് സ്പ്രേ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് അത് എപ്പോഴും വാങ്ങാറുള്ളത്. അല്ലേ? അത് ഈ ഷോപ്പല്ലിട്ടോ. Wow, we again. Look at it. കൊട വെച്ച് മറന്നു. പങ്കടയിലായിരുന്നു കൊട ഉണ്ടായിരുന്നത്. കൊട എവിടെയോ വെച്ച് മറന്നു. നമ്മൾ ആ സ്പ്രേ വാങ്ങിയാൻ പോയ ഷോപ്പിലാണോ നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എവിടെ വെച്ചാലും പ്രശ്നമാണ്. കാരണം എവിടെ വെച്ചെന്ന് ഓർക്കുന്നുണ്ടോടാ? എൻ്റെ കയ്യിൽ ഓടിയുള്ളതായിട്ടോ ഞാൻ ശരിക്കും ഓർമ്മ. ഓ നമ്മൾ രണ്ട് ഈശ്വര എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഏതൊക്കെ രണ്ട് കടയിൽ കയറിയപ്പോഴാണ് നമ്മൾ കുറേ പ്ലേസ് ചെയ്തേമേ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നില്ല. പോയെങ്കിൽ പോയി കഴിച്ച് അതും നമ്മുടെ കാലം കൂടി അതിൻ്റെ ദൈവമേ എനിക്ക് ഓർക്കാൻ വയ്യ. വാ വേണ്ട ഈശ്വര നോക്കട്ടെ. കിട്ടി.
അടിച്ച ടെൻഷൻ കണക്കില്ല ഗായ്സ്. ഇപ്പൊ ഭാഗ്യ സ്പ്രേ കടയിൽ കയറിയില്ലേ നമ്മള്, അവിടെയാണ് നമ്മൾ കുട വെച്ച് പറഞ്ഞത്. വാ വേഗം വാ പോവാ, എന്തോ മഴ വരുന്നുണ്ടെന്നേ. അമ്മേ ദൈവത്തിനെ വിളിക്കാത്ത ദൈവങ്ങളെ എൻ്റെ പങ്ക പോസ്റ്റായി ടെൻഷൻ അടിച്ചു പോയി. കൈ കിട്ടി എന്തായാലും മുക്കിയോട് പോകും. അതാ കടേൻ്റെ അവിടെ ചരുന്നുണ്ട്, ആ ചേട്ടൻ്റെ അത് ഓപ്പോഴും പഠിക്കുന്നു. കാരണം അത്രയും വലിയ കുടയല്ലേ ഗൈസ്, അതാണ്. മഴ ചെറുതായിട്ട് തോന്നുന്നുണ്ട്, മിക്കവാറും നമ്മൾ നനയാനുള്ള ചാൻസ് ഉണ്ട്. വാ പോസ്റ്റായിട്ട് പോവാം. നമ്മളിപ്പോൾ നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. അവിടെ വിഘ്നേശ്വരനൊക്കെ ഉണ്ടാവും. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്ന് മടുത്തു. നമ്മൾ ചിപ്സ് പൊടിച്ച് ചിപ്സ് തന്നെയാണ് കേട്ടോ. ഒന്നാം വിശന്നിരിക്കുക, ക്രഞ്ചി മുഞ്ചിയിട്ടുള്ള ചിപ്സ് അല്ലേ. അത് തിന്നത് ഇതാ ചിപ്സിൻ്റെ ഫേവറേറ്റ് ഇതാണ് ഞാക്കാണ്. ഞങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാവും. ആൾക്ക് പോടോ വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്നണം, അതൊക്കെ കുഴപ്പമുണ്ടാവും. വേഗം വീട്ടിൽ പോയാലെന്നാലും പോവാം. സാധനങ്ങളൊക്കെ ഉണ്ടാവും അവിടെ എത്തിക്കാനില്ല. ഇപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് ആയിട്ട് ഹലോ നമ്മള് മീൻ വാങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മളത് അയല എടുത്തു. മത്തി വാങ്ങണമെന്ന് അറിയത്തില്ല കേട്ടോ. അവർക്കിപ്പോൾ അയലയും വന്ന് ഇഷ്ടമൊന്നുണ്ട്. സാധാരണ മത്തിയായിരുന്നു മോസ്റ്റ്, അപ്പോൾ അവർക്ക് അയിലയും ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ ഓടിപ്പോകുന്നുണ്ട്. മഴ മിക്കവാറും പെയ്യും, ഞങ്ങൾ മിക്കവാറും നനയാൻ ചാൻസ് ഉണ്ടോ. എന്താ വാങ്ങാൻ നിറച്ചിരിക്കുന്നത്, മതി പോക്. ഒക്കെ വേഗം മീൻ വാങ്ങിയിട്ട് സ്ഥലം വിടാൻ ഗൈസ്. നമ്മളങ്ങനെ ബത്തേരി മെയിൻ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ മഴയ്ക്ക് മുമ്പ് രക്ഷപ്പെടാനുള്ളൊരു വഴിയിലാണ്. സ്കൂൾ വിട്ട് കഴിച്ച് നമുക്ക് ബസ്സിന് സീറ്റ് കിട്ടുമോന്നും അറിയില്ല, അവസ്ഥയാണ്. 4 മണി ആയിട്ടല്ലേ ഉള്ളൂ. മഴ വന്ന് നമ്മൾ പെട്ടു. എടാ നിങ്ങൾ ലേസ് കഴിഞ്ഞ് വാങ്ങാം. അപ്പം അങ്ങനെ ലേസ് കഴിഞ്ഞ അവസ്ഥ. എൻ്റെ ഗായ്സ് ഒന്നും പറയണ്ട, മഴ അങ്ങ് പെയ്തില്ലേ. ഞങ്ങൾ കുറച്ച് ചിക്കനും വാങ്ങി ഞങ്ങൾ വേഗം ഓടുമ്പോഴാണ് നമ്മുടെ ബസ് കാണുന്നത്. ബസ് പിന്നെ നമ്മുടെ ബസ്സായതുകൊണ്ട് വേഗം നിർത്തി തന്നു. നമ്മൾ ചാടി ഇങ്ങ് കയറി. പിന്നെ ബസ് കയറി നേരെ നമ്മൾ വീട്ടിലേക്കാട്ടോ ഗായ്സ്. പോകാം ഗായ്സേ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറിയില്ലേ. ബസ് കയറി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മമ്മിക്ക് ഓട്ടോ വിളിക്കാൻ നിൽക്കുക. നമ്മുടെ സ്വന്തം ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ. മുട്ടായും കൊടുത്തില്ല, എനിക്ക് അറിയത്തില്ല എൻ്റെ അമ്മ. ആകെ സാഹചര്യം ഭയങ്കര അവസ്ഥ, ഭയങ്കര അവസ്ഥയായിപ്പോയി. കാരണം കയ്യിൽ കുറെ സാധനം മഴ, പെരുമഴയായിരുന്നു അല്ലേ പറ്റി. നമ്മൾ കയറിയപ്പോഴേക്കും പെരുമഴയായിരുന്നു. നമുക്കാണ് ബസ് കിട്ടിയത് റോഡ് സൈഡിൽ നിന്നാണ് ഞാനും ബസ് കിട്ടിയത്. നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാൻ ബസ് വന്നല്ലേ ഗായ്സ്, സത്യം. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. മഴ പെയ്യുന്നുണ്ട്, മഴ ഇപ്പൊ നല്ല കുറവുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് ആകെ സീനായി. ബസ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കുറച്ച് കുട്ടന്മാർ. അതെ അവര് പോകുന്നു. ഫ്രണ്ട് ക്യാമറ ആയിരുന്നു, വയ്യ. ക്യാമറ ഇല്ലാത്ത ക്യാമറ ഉണ്ടെങ്കിൽ തിരിച്ചാൽ പോരായിരുന്നോ. നമുക്ക് വേഗം ഓട്ടോയ്ക്ക് പോകാം. നമുക്ക് ഭയങ്കര വെയിറ്റ് ഗൈസ്. അപ്പൊ നമ്മള് വണ്ടി നോക്കി നിക്കുവാണ് കേട്ടോ. നോക്ക് ഇവിടെ, അയ്യോ ഫോണിൽ വെള്ളം വീണു. ഓ നോക്ക് ഇവിടെ, ഓ വാവ് JCB മാമൻ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ കടയൊക്കെയാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പിന്റെ അടിക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മള് പളപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് പളപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അയ്യോ ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലം അല്ലേ. അത് ചെറിയ മെമ്മറി എന്നല്ല, ഒടുക്കത്ത മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഒക്കെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ ബസ് വന്നു കേട്ടോ. അങ്ങനെ അതെ നമ്മുടെ ബസ് എന്താ ബസ്സല്ലേ. അയ്യോ ബസ് ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. അമ്മേ
ഇരിക്കടാ, നീ ഇരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മള് മാമനെ പറക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്നലെ മാമാന്റെ മമ്മേനൊക്കെ ഞങ്ങൾ കൊറേ വഴക്കിട്ടു. അതല്ലേ കേട്ടേ. ഗായ്സേ, എന്തോരം മാമ്പഴം നോക്കി. നോക്ക്. മാമ്പഴം പിടിക്കാൻ പെറുക്കാൻ പറ്റിയ ചാൻസ് ആണ്. നമ്മളത് കളയാൻ പാടില്ല. ചീഞ്ഞ് കഴിഞ്ഞു. ഗായ്സ്, വീടിന്റെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഗായ്സേ, അവരുടെ വായിൽ നല്ല ഇരിക്കുന്ന വഴക്ക് ഫുള്ള് ഞങ്ങൾ കേട്ടു. പൈങ്കിളിങ് വാ. മാമ്പഴം ഒരു പെരുമഴേ കേട്ടോ. അയ്യോ, അവിടെ ഷോപ്പറ. എന്റെ ഗായ്സ്, എന്തൊക്കെയല്ലേ നടക്കുന്നേ. കുഞ്ഞിനെ ഞാന് പെട്ടിട്ടുള്ളൂട്ടോ. എന്റെ ദൈവമേ, ഇതാര് കുഞ്ഞാണ്? എടുത്തോണ്ടിരിക്കാൻ വേണ്ടിട്ട് അവൻ ആണോ? എന്നിട്ടോ അമ്മച്ചി എടുത്ത് കൂട്ടിലിട്ടോ? ഞാൻ എന്റെ ദൈവമേ, ഗായ്സ് എന്തിയേ ഉടുപ്പ് ഇടാതെ ഇരിക്കുവാണോ? ഗായ്സ്, ഇപ്പൊ വന്ന പാടെ നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് വേഗം മെൽട്ടായി പോകുന്ന നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പൊ നമ്മൾ ഐസ്ക്രീം ആദ്യം തന്നെ പൊടിച്ച് വയറ്റിലാക്കുന്നത് അല്ലേ മമ്മേ? ഗായ്സ്, അപ്പൊ നമ്മളിത് മോസ്റ്റ് ആയിട്ട് നമ്മളിത് ഐസ്ക്രീം എല്ലാം നമ്മളെ പാത്രങ്ങളിലേക്ക്. മീശൂട്ടി വന്ന് കാവലിരിക്കുന്നുണ്ട് കേട്ടോ. അതന്നെ, എനിക്ക് ഈ പാത്രത്തിൽ തന്നാ മതി. വേണ്ട, ലാസ്റ്റ് ആവുമ്പോ പ്രശ്നം ഉണ്ടെന്നറിയോ? ലാസ്റ്റ് അയ്യോ, ഈ കുഞ്ഞിക്കാരുടെ എന്റെ ദൈവമേ, ഈ കുഞ്ഞിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നിക്കും നമ്മുടെ കാലില് അല്ലേ കുഞ്ഞെ? ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് അച്ഛനാണ് ഏറ്റവും ഇഷ്ടം. ഓ, നിൽക്കുന്നുണ്ടോ? വിശപ്പില്ല. തെമ്മാടിനെ മാറ്റി കഴിഞ്ഞിട്ട് തെമ്മാടി ഐസ്ക്രീം കഴിക്കാൻ വരുവാ. അതാ മീശ എപ്പോഴും എടുത്തിട്ട് അലക്കാറുണ്ട്. അല്ല, അതിന്റെ അടപ്പില് നമ്മള് മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മറ്റേ എന്തോ അയ്യോ എന്തിനോ കാത്തിരിക്കുന്നു പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലില്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടിൻ മുഴുവൻ ഐസ്ക്രീം കഴിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടല്ലോ. എനിക്കുണ്ട്. ഞാൻ കഴിക്കണോ? എല്ലാവർക്കും വേണ്ടേന്ന് ഓർത്തിട്ട് കഴിക്കാത്തതാണ്. അതെ, അതത്ര പോയോ? അത് അല്ല, അത് മറിച്ചിട്ട് എടുത്തോണ്ട് പോകുന്ന അത്ര ശരിയല്ല. പക്ഷെ ബർത്ത്ഡേ കാർക്കാണ് നിറച്ചു വയ്ക്കേണ്ടത്. പാത്രം കണ്ട മോശമാണ്. നമുക്ക് തിന്നാം. കഴിക്കല്ലേ? നമ്മുടെ മോസ്റ്റ് കുഞ്ഞിക്കുട്ടൻ കണ്ടോ? അയ്യോ, പോയി കാഴ്ചേ. അപ്പൊ നമ്മളിത് മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന വ്ളോഗാണ് അല്ലേ ബാബാറ്റ? അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് വ്ളോഗാണ്. അപ്പൊ ഞാൻ വേഗം ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ മക? ഹലോ പ്ലീസ്, ഇങ്ങനെ ഒന്ന് മുമ്പ് നിക്കാൻ പറ്റില്ല. ശരി, പങ്കൻ പകുതി ഡ്രസ്സിലാ. ഒന്ന് പോവച്ചേ, നിങ്ങളൊന്ന് പൊയ്ക്കേ. കൊച്ചു പലതും കാണിക്കും. ക്യൂ വരുന്നുണ്ടേ, മറക്കല് കാണാൻ. വരി കുഞ്ഞാണ്.